ഇയ്യോബിൻ്റെ പുസ്തകം നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ പുസ്തകമാണ്. പ്രത്യേകിച്ച് കഷ്ടതകളും പ്രയാസങ്ങളും ഭാരങ്ങളും വേദനകളുമൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ആശ്വാസത്തിനായി ആശ്രയിക്കുന്ന ഒരു പുസ്തകമാണ് ഇയ്യോബിൻ്റെ പുസ്തകം. അപ്പോൾ ഇയ്യോബിൻ്റെ പുസ്തകത്തെക്കുറിച്ച് ഇന്ന് ഞാൻ പ്രസംഗിച്ച് നിങ്ങളെ മൊത്തം കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി കളയും എന്നൊരു ചിന്താഗതി എനിക്കുമില്ല, നിങ്ങളും അങ്ങനെ പ്രതീക്ഷിക്കേണ്ട. ഇതങ്ങനെ അവസാനിക്കാൻ പോകുന്നില്ല, ഇതുവരെ ആർക്കും അങ്ങനെ കഴിഞ്ഞിട്ടില്ല. അതിനുള്ള കാരണങ്ങൾ മാത്രമേ ഞാനിത് നിങ്ങളോട് പറയുന്നുള്ളൂ. ഇയ്യോബിൻ്റെ പുസ്തകത്തിൻ്റെ ഒരു ആമുഖം, ഒരു ഇൻട്രൊഡക്ഷൻ, ആ ഇൻട്രൊഡക്ഷൻ മാത്രമേ ഞാൻ നിങ്ങളോട് പറയുന്നുള്ളൂ. ഇൻട്രൊഡക്ഷൻ മാത്രമേ പറയുന്നുള്ളൂ. എന്താണ് ഇയ്യോബിൻ്റെ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം എന്ന് മാത്രം ഞാൻ നിങ്ങളോട് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. ഇയ്യോബിൻ്റെ പുസ്തകത്തിൻ്റെ ഒരു വലിയൊരു പ്രശ്നം, ഈ ഇയ്യോബിൻ്റെ പുസ്തകം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണത്. ഒന്ന്, ഇയ്യോബിൻ്റെ പുസ്തകം വളരെ പഴക്കമുള്ള പുസ്തകമാണ്. ഇത് വളരെ അത്യാവശ്യമായിട്ട് നമ്മളിങ്ങനെ 2-3 കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. വളരെ പഴക്കമെന്ന് പറഞ്ഞാൽ ഇയ്യോബിൻ്റെ പുസ്തകത്തിലെ ഭാഷ പരിശോധിച്ചാൽ, ഞാൻ ഭാഷ നിങ്ങളോട് പറയാൻ പോകാലോ കേട്ടോ, അങ്ങനെ നിങ്ങൾ വിഷമിക്കേണ്ട, വളരെ സിമ്പിളായിട്ട് നമ്മൾ ചിന്തിക്കത്തുള്ളൂ. ഇയ്യോബിൻ്റെ പുസ്തകത്തിലെ ഭാഷ പരിശോധിച്ചാൽ അത് ഉൽപ്പത്തി എഴുതാൻ ഉപയോഗിച്ച എബ്രായ ഭാഷയെക്കാട്ടിലും പുരാതനമായ ഭാഷ ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ കാണാം. അപ്പോൾ ഉൽപ്പത്തി മോശ എഴുതിയതാണെന്ന് നിങ്ങൾക്കറിയാം. ഇയ്യോബിൻ്റെ പുസ്തകം ആരെഴുതിയതാണെന്നുള്ളതിനെ പറ്റിയൊക്കെ ഒത്തിരി അഭിപ്രായങ്ങളുണ്ട്. നമ്മൾ അങ്ങോട്ടൊന്നും പോകണ്ട, നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ഇത് ചിന്തിച്ചാൽ മതി. അപ്പോൾ ഇയ്യോബിൻ്റെ പുസ്തകം എത്രമാത്രം പഴക്കമുള്ളതാണ്. ഇയ്യോബിൻ്റെ ഈ ഉൽപ്പത്തി പുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന എബ്രായ ഭാഷയെക്കാളിലും പഴക്കമുള്ള വാക്കുകൾ ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ കാണാം. അതുകൊണ്ടും മറ്റ് ചില കാരണങ്ങളാലും വേദപുസ്തകത്തിലെ ഏറ്റവും ആദ്യം എഴുതപ്പെട്ട പുസ്തകം ഇയ്യോബിൻ്റെ പുസ്തകമാണ് എന്നൊരു അഭിപ്രായമുണ്ട്. വ്യത്യസ്തമായ അഭിപ്രായമുള്ളവരുമുണ്ട്. എല്ലാ പുസ്തകങ്ങളെക്കുറിച്ചും അങ്ങനെ പല അഭിപ്രായങ്ങളുള്ളവരുണ്ട് കേട്ടോ. നമുക്ക് ഇന്ന് ആവശ്യമുള്ളത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. എല്ലാവരും എല്ലാ അഭിപ്രായങ്ങളും ഒന്നും നമ്മളിന്ന് ചർച്ച ചെയ്യുന്നൊന്നുമില്ല, അതിൻ്റെ ആവശ്യം നമുക്കില്ലല്ലോ. നമുക്ക് ഇന്നത്തെ വിഷയമായിട്ട് ബന്ധമുള്ളത് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ ഇയ്യോബിൻ്റെ പുസ്തകമാണ് വേദപുസ്തകത്തിൽ ആദ്യം എഴുതപ്പെട്ട പുസ്തകം എന്നൊരു ധാരണയുണ്ട്, എന്നൊരു ചിന്തയുണ്ട്. വേദപണ്ഡിതന്മാർ പലരും അതിനെ അംഗീകരിക്കുന്നുമുണ്ട്, ചിലർക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്കെന്താ അതിന് പ്രാധാന്യം? നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്ക് എന്താ അതിനോട് പ്രാധാന്യമുള്ളത്? ഇന്നത്തെ നമ്മുടെ പ്രാധാന്യം എന്ന് പറയുന്നത്, വേദപുസ്തകത്തിൽ ആദ്യം എഴുതപ്പെട്ട പുസ്തകം ഇയ്യോബിൻ്റെ പുസ്തകമാണെങ്കിൽ ദൈവം ആദ്യം നമ്മളോട് സംസാരിക്കുന്ന, എഴുതപ്പെട്ട വചനത്തിലൂടെ സംസാരിക്കുന്ന സന്ദേശം ഇയ്യോബിൻ്റെ പുസ്തകത്തിലെ സന്ദേശമാണ്. നിങ്ങളത് ഗ്രഹിച്ചോ? ഞാൻ പറഞ്ഞത് ഇയ്യോബിൻ്റെ പുസ്തകമാണ് ഏറ്റവും ആദ്യം എഴുതപ്പെട്ട പുസ്തകം എന്നുണ്ടെങ്കിൽ, ഈ എഴുതപ്പെട്ട ദൈവവചനത്തിലെ ആദ്യം ദൈവം പറയുന്ന സന്ദേശം, നമ്മളോട് ദൈവം പറയാൻ ആഗ്രഹിക്കുന്ന സന്ദേശം ഇയ്യോബിൻ്റെ പുസ്തകത്തിലെ സന്ദേശമാണ്. അതാണ് ദൈവം ആദ്യം നമ്മളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ പുസ്തകത്തിൽ എന്ത് പറയുന്നു എന്നതിന് വളരെയധികം പ്രാധാന്യം ഉണ്ട്. ഈ സന്ദേശത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഇതിൻ്റെ പ്രധാനപ്പെട്ട സന്ദേശത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. നിർഭാഗ്യവശാൽ ഇയ്യോബിൻ്റെ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട സന്ദേശം നമ്മളാരും ശ്രദ്ധിക്കാറില്ല, ഗ്രഹിക്കാറില്ല. നമ്മൾ അങ്ങനെ മനസ്സിലാക്കിയിട്ടല്ല ആ പുസ്തകം പലപ്പോഴും നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് എല്ലാം. അപ്പോൾ ഒന്ന്, ഇയ്യോബിൻ്റെ പുസ്തകം വളരെ പഴക്കമുള്ളൊരു പുസ്തകമാണ്. അത് നമുക്ക് ആവശ്യമാണ്, ഇത്രയും പഴക്കം എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. രണ്ടാമത്, ഇയ്യോബ് ജീവിച്ചിരുന്നത്, ഈ പഴക്കം തന്നെ ഒരു ബോധ്യം വരാൻ വേണ്ടിയാണ് ഞാനീ പറയുന്നത്. ഇയ്യോബ് ജീവിച്ചിരുന്നത് നിങ്ങൾക്കറിയാം. കഥ ഞാൻ അധികം പറയാതെ അങ്ങ് പോകും കേട്ടോ, നമുക്ക് സമയം ലാഭിക്കാൻ വേണ്ടി. ഊസ് എന്ന് പറയുന്ന ദേശത്താണ് ജീവിച്ചിരുന്നത്. എന്ന് പറയുമ്പോൾ ഒരു മെസോപ്പൊത്തോമിയ എന്നൊക്കെ നമ്മൾ പറയുന്ന അബ്രഹാമിൻ്റെ ദേശമായിരിക്കുന്ന, അബ്രഹാമിൻ്റെ പിതാവ് തേരഹിൻ്റെ ദേശമായിരിക്കുന്ന മെസോപ്പൊത്തോമിയ എന്ന് പറയുന്ന ഒരു വിശാലമായ സ്ഥലമാണ് ഈ മെസോപ്പൊത്തോമിയ എന്ന് പറയുന്ന പ്രദേശം. ഇപ്പം തന്നെ ആധുനിക ഇറാന്, ഇറാഖ്, സിറിയ, ഈ കുറേയേറെ രാജ്യങ്ങൾ, ഒരു രാജ്യം കൂടെ ഉണ്ട്, എനിക്ക് യോർദാനാണോ എന്ന് സംശയമുണ്ട്. ഇങ്ങനെ 2-3 രാജ്യങ്ങളിലായിട്ടാണ് പഴയ മെസോപ്പൊത്തോമിയ കിടക്കുന്നത്. അപ്പോൾ അത്ര വിശാലമായ സ്ഥലമാണ് ഈ മെസോപ്പൊത്തോമിയ എന്ന് പറയുന്നത്. അവിടെ ആ പ്രദേശത്ത് എവിടെയെങ്കിലും ആയിരിക്കണം ഇയ്യോബ് ഒരു പക്ഷെങ്കിൽ ജീവിച്ചിരുന്നത്. ഇയ്യോബിൻ്റെ
പുസ്തകത്തിലെ ഏറ്റവും അവസാനത്തെ അധ്യായം 42-ാമത്തെ അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട്, ഇയ്യോബിന് ദൈവം കഷ്ടതയ്ക്കൊക്കെ ശേഷം ഇയ്യോബിന് ദൈവം ഇരട്ടിയായി കൊടുത്തു, അനുഗ്രഹങ്ങൾ ഇരട്ടിയായി കൊടുത്തു എന്ന് പറയുന്നുണ്ട്. അനുഗ്രഹങ്ങൾ ഇരട്ടിയായി കൊടുത്തു എന്ന് പറഞ്ഞതിന് ശേഷം 140 വർഷം കൂടി ഇയ്യോബ് ജീവിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് യഹൂദ പാരമ്പര്യം അനുസരിച്ച് ഇയ്യോബിൻ്റെ ആയുഷ്കാലം എന്ന് പറയുന്നത് 140 ഇരട്ടിയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പകുതി 70-ാമത്തെ വയസ്സിലാണ് ഇയ്യോബിന് കഷ്ടതയുണ്ടായത്. അതുകൊണ്ട് 140 വർഷം കൂടെ അദ്ദേഹം വീണ്ടും ജീവിച്ചിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇയ്യോബ് ഒരു 210 വർഷങ്ങൾ ജീവിച്ചിരുന്നു എന്നാണ് യഹൂദ പാരമ്പര്യം അവരുടെ ഒരു കണക്കെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം, നോഹയുടെ കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം മനുഷ്യൻ്റെ ആയുസ് കുറഞ്ഞു വരികയാണ്. അബ്രഹാമിൻ്റെ ആയുസ് തേരഹിനെക്കാട്ടും കുറവായിരുന്നു, 175 ഇസ്ഹാക്കിൻ്റെ ആയുസ് 180 യാക്കോബിൻ്റെ ആയുസ് 147 പിന്നെ ഇങ്ങനെ കുറഞ്ഞു വരികയാണ്. തേരഹിൻ്റെ ആയുസ് ഏകദേശം 205 വർഷങ്ങളായിരുന്നു. ഇയ്യോബിൻ്റെ ആയുസ്സും ഒരു 210-215 വർഷങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇയ്യോബ് ജീവിച്ചിരുന്നത് തേരഹിൻ്റെ കാലഘട്ടത്തിലായിരിക്കണം. തേരഹിൻ്റെ കാലഘട്ടത്തിലും തേരഹൊക്കെ ജീവിച്ചിരുന്ന മെസോപ്പൊത്തേമിയ എന്ന് പറയുന്ന വിശാലമായ ഒരു സ്ഥലത്തുമായിരുന്നിരിക്കണം. അതിന് ഏതെങ്കിലും ഒരു ഭാഗത്തായിരിക്കണം ഇയ്യോബ് ജീവിച്ചിരുന്നത്. നമ്മുടെ വേദപുസ്തകത്തിൽ പിന്നീട് നമ്മൾ കാണുന്ന ബിലയാം എന്ന് പറയുന്ന പ്രവാചകനും അദ്ദേഹത്തിൻ്റെ നാടായിരിക്കുന്ന പെതോർ എന്ന് പറയുന്ന സ്ഥലവും ഈ മെസോപ്പൊത്തേമിയ എന്ന് പറയുന്ന പ്രദേശത്തിൻ്റെ ഭാഗത്തായിരുന്നു. ബിലയാമിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം. ബിലയാം ഒരു ജാതീയനായ വെളിച്ചപ്പാടുകാരനായിരുന്നു ബിലയാം. അദ്ദേഹം പക്ഷേ യഹോവ ദൈവത്തെയോടും ആലോചന ചോദിച്ചിരുന്ന ഒരു മനുഷ്യനാണ് ബിലയാം. അപ്പോൾ എന്ന് പറഞ്ഞാൽ മെസോപ്പൊത്തേമിയ എന്ന് പറയുന്ന ദേശത്ത് ബഹുദൈവ വിശ്വാസം ഉണ്ടായിരുന്നു. മാത്രമല്ല ആർക്കും ഏത് ദൈവത്തെയും ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ബിലയാം എല്ലാ ദേവന്മാരും ജാതീയ വെളിച്ചപ്പാടുകാരനാണെങ്കിലും യഹോവ ദൈവത്തോടും ആലോചന ചോദിക്കാൻ പോയത്. അദ്ദേഹം അതുകൊണ്ടാണ് ബഹുദൈവ വിശ്വാസിയായിരുന്നുകൊണ്ടാണ് എല്ലാ സ്വാതന്ത്ര്യവും ആ പ്രദേശത്തുണ്ടായിരുന്നു. തേരഹം ഒരു പക്ഷേങ്കിൽ ഒരു ബഹുദൈവ വിശ്വാസിയായിരുന്നു കാണും. എന്നാൽ അബ്രഹാം യഹോവ ദൈവത്തെ മാത്രം വിശ്വസിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു അബ്രഹാം. തേരഹിൻ്റെ മകനായിരിക്കുന്ന അബ്രഹാം. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, ചരിത്രമൊക്കെ അറിയാം. അപ്പം ഇയ്യോബും ആ പ്രദേശത്ത് ജീവിച്ചിരുന്ന യഹോവ ദൈവത്തെ മാത്രം ആരാധിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. എന്തിനാണ് ഞാനിത് പറഞ്ഞത്? അവിടെ ധാരാളം ദൈവങ്ങളുണ്ടായിരുന്നു. ബഹുദൈവ വിശ്വാസികളായിരിക്കുന്ന ഒരു ജനസമൂഹമായിരുന്നു. ഈ ബഹുദൈവ വിശ്വാസികളായിരിക്കുന്ന ഒരു ജനസമൂഹത്തിൽ യഹോവ ദൈവത്തെ മാത്രം ആരാധിക്കാൻ ആഗ്രഹമുള്ളവർക്കും അങ്ങനെ ആകുവാനുള്ള സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. ഇങ്ങനെ ബഹുദൈവ വിശ്വാസികളായിരിക്കുന്ന ഒരു ജനസമൂഹത്തിൽ യഹോവ ദൈവത്തെ മാത്രം ആശ്രയിച്ച് ജീവിച്ചിരുന്ന ഒരു മനുഷ്യനായിരുന്നു ഇയ്യോബ്. അപ്പോൾ ഇയ്യോബിന് വേണമെങ്കിൽ മറ്റ് ദേവന്മാരെ ആരാധിക്കാം, വേണമെങ്കിൽ ആ കൂട്ടത്തിൽ യഹോവ ദൈവത്തെ കൂടെ ആരാധിക്കുന്നതിൽ ആ ദേശത്തിന് യാതൊരു തടസ്സവും ഉണ്ടായിരുന്നില്ല. ഇത് നമുക്ക് പിന്നീടുള്ള കഥയിൽ ഇയ്യോബിൻ്റെ ഭാര്യയുടെ കമൻറ്റ് നമ്മൾ പഠിക്കുമ്പോൾ നമുക്കിത് ആവശ്യമാണ്. അവിടെ വരെയൊക്കെ പോകാൻ കഴിയുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും ഞാൻ ആമുഖമാണല്ലോ പറയുന്നത്, അതുകൊണ്ട് ഞാൻ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് അങ്ങ് പോവുകയാണ്. ഇനി ഇയ്യോബ് ഒരു ചരിത്ര മനുഷ്യനായിരുന്നു. അദ്ദേഹം ഒരു കഥാപാത്രമല്ല, ഒരു സാങ്കല്പിക കഥാപാത്രമല്ല, ഒരു ഇമാജിനറി ഫിഗർ അല്ല ഇയ്യോബ് എന്ന് പറയുന്നത്. ഇയ്യോബിനെ കുറിച്ച് യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അതൊരു സാങ്കല്പിക കഥാപാത്രമായിട്ടല്ല എഴുതിയിരിക്കുന്നത്, ചരിത്ര പുരുഷനായിട്ട് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. നോഹ, ദാനിയേൽ, ഇയ്യോബ് എന്ന് പറഞ്ഞാണ് എഴുതിയിരിക്കുന്നത്. ഒറ്റ വാചകത്തിൽ തന്നെ അദ്ദേഹം ഒരു ചരിത്ര പുരുഷനായിരുന്നു. യാക്കോബ് അപ്പോസ്തലനും ഇയ്യോബിനെ കുറിച്ച്, ഇയ്യോബിൻ്റെ സഹിഷ്ണുതയെ കുറിച്ച് ഓർക്കണം എന്ന് പറഞ്ഞ് യാക്കോബ് അപ്പോസ്തലൻ നമ്മളെ ഓർപ്പിക്കുന്നുണ്ട്. ഇയ്യോബിൻ്റെ സഹിഷ്ണുതയെക്കുറിച്ച് നമ്മൾ ഓർത്തിരിക്കണം, നമ്മൾ കണ്ടും കേട്ടും ഇരിക്കുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അപ്പം ഇതെല്ലാം ഇയ്യോബ് ഒരു ചരിത്ര പുരുഷനായിരുന്നു, അദ്ദേഹം ജീവിച്ചിരുന്നു എന്നതിന് തെളിവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഒന്ന്, ഇയ്യോബിൻ്റെ പുസ്തകം ഈ ഉൽപ്പത്തി പുസ്തകത്തിന് മുമ്പ് എഴുതപ്പെട്ട ഒരു പുസ്തകമായിരിക്കുവാനാണ് സാധ്യത. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ യഹോവയായ ദൈവം എഴുതപ്പെട്ട വചനത്തിലൂടെ മനുഷ്യരോട് സംസാരിച്ച ആദ്യത്തെ സന്ദേശം ഇയ്യോബിൻ്റെ പുസ്തകത്തിലെ സന്ദേശമാണ്. അതാണ് ഏറ്റവും പ്രാധാന്യം നമുക്ക്. രണ്ടാമത് ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഇദ്ദേഹം ഒരു ബഹുദൈവ
വിശ്വാസികളുടെ സമൂഹത്തിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. അവിടെ യഹോവ ദൈവത്തെ മാത്രം ആരാധിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഇയ്യോബ്. വേണമെങ്കിൽ മറ്റു ദൈവന്മാരെ ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യവും സാഹചര്യവും ഉണ്ടായിരുന്നു. മൂന്നാമത് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, ഇയ്യോബ് ഒരു ചരിത്ര പുരുഷനായിരുന്നു. ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. ഇയ്യോബിൻ്റെ പുസ്തകം എപ്പോൾ നിങ്ങളെടുത്ത് വായിച്ചാലും ഇതൊരു സാങ്കല്പികമായ വ്യക്തി അല്ല. അപ്പോൾ നിങ്ങളൊരു പക്ഷേ ഇയ്യോബിൻ്റെ കഷ്ടതയെക്കുറിച്ചൊക്കെ ഓർത്ത് ഒത്തിരി അങ്ങ് വ്യാകുലപ്പെട്ടു പോകുന്ന ചരിത്ര പുരുഷനാണെന്നുണ്ടെങ്കിൽ കഥയാണെങ്കിൽ നമുക്കൊരു ഇച്ചിരി ആശ്വാസമൊക്കെ ഉണ്ടായിരിക്കും. കഥയല്ലയോ എന്ന് വിചാരിച്ച് ആശ്വസിക്കാം. ചരിത്ര പുരുഷനാണെങ്കിൽ ഇച്ചിരി കഠിനൊരു കാര്യമാണ്. വിഷമിക്കേണ്ട. ഇയ്യോബിൻ്റെ കഷ്ടത 1 മാസമോ അല്ലെങ്കിൽ 1.5 മാസമോ 2 മാസമോ അത് കൂടുതലുണ്ടായിട്ടില്ല. അതിനുള്ളിൽ മാത്രമേ ഇയ്യോബിൻ്റെ കഷ്ടതയുടെ കാലഘട്ടം ഉണ്ടായിട്ടുള്ളൂ. ഒരു ഇച്ചിരി ആശ്വാസം ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. വലിയ പ്രാധാന്യം നമുക്ക് ഇവിടെയില്ല. ഇനി എന്താ ഇയ്യോബിൻ്റെ പുസ്തകത്തിലെ വിഷയം? ഇതാണ് ദൈവം നമ്മളോട് സംസാരിക്കാൻ ആഗ്രഹിച്ച ആദ്യത്തെ സന്ദേശം. എഴുതപ്പെട്ട വചനത്തിലൂടെ ദൈവം നമ്മളോട് പറയാൻ ആഗ്രഹിച്ച ആദ്യത്തെ സന്ദേശം ഇതാണ്. എന്താണ് ഇയ്യോബിൻ്റെ പുസ്തകത്തിലെ വിഷയം? ഇയ്യോബിൻ്റെ പുസ്തകത്തിലെ വിഷയം അനർഹമായ, ഞാൻ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിക്കണേ, അനർഹമായ കഷ്ടത, അപ്രതീക്ഷിതവും അനർഹവുമായ കഷ്ടത എന്തുകൊണ്ട് ഉണ്ടാകുന്നു? അപ്രതീക്ഷിതവും അനർഹവുമായ കഷ്ടത എന്തുകൊണ്ട് ഉണ്ടാകുന്നു? ഇതാണ് ഇയ്യോബിൻ്റെ പുസ്തകത്തിലെ വിഷയം. ഇതിനെക്കുറിച്ചാണ് ദൈവം നമ്മോട് സംസാരിക്കുവാൻ ആഗ്രഹിച്ചതാണ് ആദ്യം അവൻ പറയുവാൻ ആഗ്രഹിച്ച വിഷയം. നമ്മുടെ നാട്ടിലൊരു ഭൂകമ്പം ഉണ്ടായി, ഇപ്പോൾ തന്നെ മ്യാൻമാറിൽ ഭൂകമ്പം ഉണ്ടായി, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊരു വെള്ളപ്പൊക്കം ഉണ്ടായി, ഉരുൾപൊട്ടലുണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഫേസ്ബുക്കിലേക്ക് വന്ന് നമ്മളെപ്പോലുള്ള വിശ്വാസികൾ, ഞാൻ വേറെ ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല, നമ്മളെപ്പോലുള്ള വിശ്വാസികൾ വന്നിട്ടുള്ളത് എഴുതും ദൈവകോപമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഉടൻ തന്നെ പോസ്റ്റിലൊക്കെ എഴുതും. അവർ ഇയ്യോബിൻ്റെ പുസ്തകം ഒന്ന് പഠിച്ചിരുന്നെങ്കിൽ അവരങ്ങനെ എഴുതത്തില്ലായിരുന്നു. ഇയ്യോബിൻ്റെ പുസ്തകത്തിലെ വിഷയം അനർഹമായ കഷ്ടത എന്ന് പറഞ്ഞാൽ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഒരു പാപവും ചെയ്തിട്ടില്ല, ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല, പക്ഷേ എങ്കിലും എൻ്റെ ജീവിതത്തിൽ കഷ്ടതയുണ്ടായി. അതിനെയാണ് നമ്മൾ അനർഹമായ കഷ്ടത, അപ്രതീക്ഷിതമായ കഷ്ടത. ഇതൊരു മനുഷ്യൻ്റെ ജീവിതത്തിൽ എങ്ങനെ ഉണ്ടാകുന്നു? ഇതാണ് ഇയ്യോബിൻ്റെ പുസ്തകത്തിലെ വിഷയം. അപ്പോൾ കഷ്ടത നമുക്ക് 2 രീതിയിലുണ്ടാകാം. അർഹത കാരണം കഷ്ടത ഉണ്ടാകാം, അനർഹത കാരണം, അനർഹത ഉള്ളപ്പോഴും നമുക്ക് വേണമെങ്കിൽ കഷ്ടത ഉണ്ടാകാം. ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ അർഹത ഉണ്ടാകുമ്പോൾ അയാളൊരു പാപിയാണ്, അയാൾ ദുഷ്ടത പ്രവർത്തിച്ചു, അതുകൊണ്ട് ദൈവം അയാളെ ശിക്ഷിക്കത്തില്ല എന്നൊന്നും ഞാൻ പറയാനായിട്ട് തയ്യാറല്ല. ദൈവം അയാളെ ശിക്ഷിച്ചു, അങ്ങനെ അദ്ദേഹത്തിന് കഷ്ടത ഉണ്ടായി. അത് അർഹത ഉള്ളത് കൊണ്ടുണ്ടാകുന്ന കഷ്ടതയാണ്. ഇയ്യോബിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് അനർഹമായ കഷ്ടതയാണ്. അപ്പോൾ അത് പറയുമ്പോൾ നിങ്ങൾക്കൊരു ചെറിയ പ്രയാസം അതിനകത്തുണ്ടെന്ന് എനിക്കറിയാം. കാരണം നമ്മളെപ്പോഴും ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ നമ്മൾ പഠിക്കുമ്പം ഇയ്യോബിൻ്റെ പാപം എന്താണെന്ന് അന്വേഷിച്ച് നടക്കുന്നവരാണ് നമ്മൾ ഇത്രയും നാളും അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനിയും നിങ്ങൾ മിക്കവാറും അത് തന്നെ ചെയ്യാൻ സാധ്യതയുള്ളതെന്ന് എനിക്കറിയാം. എങ്കിലും ഞാൻ പറയാനുള്ളത് ഞാൻ പറയിച്ചു പോവാണ്. ഇയ്യോബിൻ്റെ ജീവിതത്തിൻ്റെ പാപം എന്താണ്? ഇതാണ് നമ്മുടെ ചിന്തയെല്ലാം. നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് ഒരാൾ കഷ്ടപ്പെട്ടാൽ അതിന് വലിയ പാപം എന്താണ്, നമ്മുടെ ഒരു കൂട്ടുവിശ്വാസി കഷ്ടപ്പെട്ടാൽ അതിന് വലിയ പാപം എന്താണ്. ഇത് അന്വേഷിച്ച് നടക്കുകയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നതും. ഇയ്യോബിൻ്റെ സ്നേഹിതരും ചെയ്തതാണ്. ഇയ്യോബിൻ്റെ ജീവിതത്തിൽ കഷ്ടത വന്നപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് അവരന്വേഷിച്ചു. കാരണം അവർക്ക് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം കുറവായിരുന്നു. ഇത് പണ്ടത്തെ കാലത്തിൽ നടന്നു എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞത്. ഇത് പണ്ടാണ്, പുരാതന കാലത്ത് നടന്ന ഒരു സംഭവമാണെന്ന് പറയുന്നത്. അപ്പം എപ്പോഴും ഇയ്യോബിൻ്റെ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ മനോഭാവത്തിൽ എപ്പോഴും ഉള്ളത് ഒരു കാരണം കൂടാതെ കാരണത്തിൻ്റെ ഫലമായിട്ടല്ലാതെ കഷ്ടത ഉണ്ടാകത്തില്ല. അല്ലെങ്കിൽ കാരണം ഫലം എന്ന് പറയുന്നൊരു ഫോർമുല നമുക്കുണ്ട്. കാരണം ഫലം വളരെ സയൻറ്റിഫിക് ആയിട്ടുള്ള ഫോർമുലയാണ്. ഫിലോസഫിയിൽ അത് തന്നെയുണ്ട്, സയൻസിൽ അത് തന്നെയുണ്ട്. അത് തെറ്റായ ഒരു ഫോർമുലയല്ല. കാരണം കോസ് ആൻഡ് എഫക്റ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയും. കോസ് ആൻഡ് എഫക്റ്റ്. ഒരു കാരണം വേണം എന്തെങ്കിലും ഒരു എഫക്റ്റ് ഉണ്ടാകാൻ. ഒരു തിന്മ ഉണ്ടാകണമെങ്കിൽ അതിന് വലിയൊരു കാരണം വേണം. ഒരു നന്മ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അതിന് വലിയൊരു കാരണം വേണം. ഇതാണ് നമ്മുടെ മനസ്സിലുള്ള ഒരു ഫോർമുല. ഇതാണ് കോസ് ആൻഡ് എഫക്റ്റ്. തെറ്റല്ല, ഞാൻ പറഞ്ഞല്ലോ, വളരെ സയൻറ്റിഫിക് ആയിട്ട് പറഞ്ഞാലും ശരിയായിട്ടുള്ളൊരു ഫോർമുല തന്നെയാണ്. പക്ഷേ ഇയ്യോബിൻ്റെ പുസ്തകം പറയുന്നത് നന്മയുണ്ടാകുവാൻ ഒരു കാരണം വേണ്ട, തിന്മയുണ്ടാകുവാനും കാരണം
വേണ്ട. എത്ര പേർക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞത്? നിങ്ങളുടെ ജീവിതത്തിൽ നന്മയുണ്ടാകുവാൻ പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട. നിങ്ങൾ പ്രത്യേകിച്ച് വലിയ നീതി ഒന്നും ചെയ്തിട്ട് നന്മ ഉണ്ടാകണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇല്ലാതെയും എന്തോ ഉണ്ടാകാം, നന്മ ഉണ്ടാകാം. ഇല്ലാതെയും ഉണ്ടാകാം. തിന്മയോ ഇതേ ഫോർമുല വെച്ച്, ഇതേ രീതി വെച്ച് തന്നെ തിന്മയും ഒരു കാരണവും കൂടാതെ തിന്മയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. ഇതാണ് ഇയ്യോബിൻ്റെ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം. ഇനി നമ്മളൊന്ന് ഇയ്യോബിൻ്റെ പുസ്തകത്തിൻ്റെ ഞാനൊരു ഇൻട്രൊഡക്ഷനിൽ തന്നെ നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഇയ്യോബിൻ്റെ പുസ്തകം തുടങ്ങുമ്പോൾ നമ്മൾ 1-ാം അധ്യായം ഇങ്ങനെ നമ്മളെടുത്ത് വായിക്കുമ്പോൾ, നമ്മൾ 1-ാം അധ്യായം ഇങ്ങനെ കഥ തുടങ്ങുമ്പോൾ ആദ്യം നമ്മൾ അവിടെ കാണുന്നത് എന്താ? ഇയ്യോബ് എന്ന് പറയുന്ന മനുഷ്യൻ ആരാണ് എന്ന് ഈ എഴുത്തുകാരൻ ഒന്ന് പരിചയപ്പെടുത്തുന്നുണ്ട്. നമുക്ക് ആ വേദഭാഗം ഒന്ന് എടുക്കാം. ഇയ്യോബ് 1:1 നമുക്കൊന്ന് എടുക്കാം. 1:1 അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഊസ് ദേശത്ത് ഇയ്യോബ് എന്ന് പേരുള്ള ഒരു പുരുഷൻ ഉണ്ടായിരുന്നു. അവൻ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും ആയിരുന്നു. അതൊക്കെ ഇയ്യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം 1-ാമത്തെ വാക്യം. അപ്പോൾ ഇയ്യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം 1-ാമത്തെ വാക്യം മുതൽ 5-ാമത്തെ വാക്യം വരെയുള്ള വാക്യങ്ങൾ ഈ ഇയ്യോബിൻ്റെ പുസ്തകം എഴുതിയിരിക്കുന്ന ആള് ഇയ്യോബിനെ പരിചയപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കുകയാണ്. ഇയ്യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. ഈ 5 വരെയുള്ള വാക്യങ്ങൾ ഇയ്യോബിൻ്റെ പുസ്തകം എഴുതിയ എഴുത്തുകാരൻ നേരിട്ട് പറയുന്ന കാര്യങ്ങളാണ്. അദ്ദേഹം കഥ പറയാൻ തുടങ്ങിയിട്ടില്ല, അദ്ദേഹം നേരിട്ട് പറയുകയാണ്. അപ്പോൾ അദ്ദേഹം കഥ പറയാൻ തുടങ്ങുന്നതിന് മുമ്പേ അദ്ദേഹം ആരെക്കുറിച്ചാണ് പറയുന്നതെന്ന് പറയണമല്ലോ. ആരെക്കുറിച്ചാണ് പറയുന്നത് എന്ന് പറയണം. അപ്പോൾ അദ്ദേഹം ആരെക്കുറിച്ചാണ് പറയുന്നത്? അദ്ദേഹം ഇയ്യോബ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കുറിച്ചാണ് പറയുന്നത്. അദ്ദേഹം ഇയ്യോബ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കുറിച്ചാണ് ഈ കഥ പറയുവാനായിട്ട് പോകുന്നത്. ഇനി ആരാണ് ഇയ്യോബ് എന്ന് പറയുന്ന മനുഷ്യൻ? ഞാൻ ഈ മുമ്പ് അറിഞ്ഞ ചരിത്രമൊന്നും ഈ എഴുത്തുകാരൻ പറയുന്നില്ല. ഇയ്യോബിൻ എന്ന് പറയുന്ന മനുഷ്യൻ ആരാണെന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹം പറയാണ്, അവൻ നിഷ്കളങ്കനും. നിങ്ങൾ ശ്രദ്ധിച്ചോ വാക്ക്? ഇയ്യോബ് ആരായിരുന്നു? നിഷ്കളങ്കനും, പിന്നീട് നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും ആയിരുന്നു. എന്നിട്ട് എഴുത്തുകാരൻ പറഞ്ഞതാണ്, ഞാൻ ഇയ്യോബ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ കഥ പറയാനായിട്ട് പോവുകയാണ്. ഞാൻ കഥ പറയുന്ന ഈ ഇയ്യോബ് നിഷ്കളങ്കനും നേരുള്ളവനും ദോഷം വിട്ടകലുന്നവനും ദൈവഭക്തനും ആയിരുന്നു. അതിൻ്റെ അർത്ഥം, പാപമുള്ള ഒരു ഇയ്യോബിൻ്റെ കഥയാണ് നിങ്ങൾ അന്വേഷിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇനി ഈ കഥ വായിക്കണ്ട, നിങ്ങൾ വേറെ ഇതിൻ്റെ കഥ വായിക്കണം. അത് ഈ എഴുത്തുകാരൻ എഴുതിയിട്ടില്ല. പാപമുള്ള, അനീതിയുള്ള, എന്തോ മറിഞ്ഞിരിക്കുന്ന പാപമുള്ള ഒരു ഇയ്യോബിൻ്റെ ചരിത്രമാണ് നിങ്ങൾക്ക് ആവശ്യമെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ 2-ാമത്തെ വാക്യം മുതലുള്ളത് വായിക്കണ്ട. അത് ഇതല്ല, അത് ഈ കഥയല്ല, അത് വേറെ ഏതോ ഒരു കഥയാണ്. അങ്ങനെ ഒരു കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം, അത് നിങ്ങൾ വായിച്ചോളൂ. വേദപുസ്തകത്തിൽ ഇയ്യോബാണെന്നുണ്ടെങ്കിൽ ഇയ്യോബ് നേരുള്ളവനാണ്, നിഷ്കളങ്കനാണ്, ദൈവഭക്തനാണ്, ദോഷം വിട്ട് അകന്ന് ജീവിക്കുന്നവനാണ്. ഞാൻ പറഞ്ഞത് ശരിയാണോ? വചനത്തിൽ എഴുതിയിരിക്കുന്നത് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഇനി ഇതാണ് അദ്ദേഹം ഇയ്യോബ് എന്ന് പറയുന്ന വ്യക്തിയെ പരിചയപ്പെടുത്തിക്കൊണ്ട് പറയുന്ന ഒരു കാര്യം. ഇയ്യോബിനെ കുറിച്ച് ഇതേ കാര്യം ദൈവവും പറയുന്നുണ്ട്. ഇദ്ദേഹം ഇത് ഇയ്യോബിനെ ഇങ്ങനെ പരിചയപ്പെടുത്തുന്നു. ദൈവവും ഇതേ കാര്യമാണ് സാത്താനോട് ഇയ്യോബിനെ കുറിച്ച് പറയുന്നത്. 1:8 ദൈവം പറയുന്നത് ഇങ്ങനെയാണ്: എൻ്റെ ദാസനായ ഇയ്യോബിൻ്റെ മേൽ നീ ദൃഷ്ടി വെച്ചു. അവിടെ ഉപയോഗിക്കുന്ന ഓരോ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. എൻ്റെ ദാസനായ ഇയ്യോബിൻ്റെ മേൽ നീ ദൃഷ്ടി വെച്ചു. നമ്മൾ എത്രയോ വർഷങ്ങളായിട്ട് ഇയ്യോബിനെ പിടിച്ചുകൊണ്ടിരിക്കുക, അവൻ്റെ പാപം കണ്ടുപിടിക്കാൻ വേണ്ടി. എന്തെല്ലാം പാപം നമ്മൾ കണ്ടുപിടിച്ചെന്നറിയാവോ? ഒത്തിരി പാപങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ ഈ കോസ് ആൻഡ് എഫക്റ്റ് എന്ന് പറഞ്ഞ തിയറിക്കകത്ത് കിടന്ന് ഇങ്ങനെ വട്ടം കറങ്ങുക നമ്മളിങ്ങനെ. ഈ ദൈവം പറയാണ്, എൻ്റെ ദാസനായ ഇയ്യോബിൻ്റെ മേൽ നീ ദൃഷ്ടി വെച്ചു. എന്നിട്ട് ദൈവം പറയുന്നു, അവനെ പോലെ നിഷ്കളങ്കനും, അവനെ പോലെ നേരുള്ളവനും, അവനെ പോലെ ദൈവഭക്തനും, അവനെ പോലെ ദോഷം വിട്ടകുന്നവനുമായി
ഈ ഭൂമിയിൽ വേറെ ആരും ഇല്ല. അപ്പോൾ ആരാണ് ഇയ്യോബ്? ഇയ്യോബ് പാപമില്ലാത്ത ഒരു മനുഷ്യനാണ്. ഞാൻ ആദാമ്യ പാപത്തെക്കുറിച്ചല്ല, ആ വിഷയം ഈ പുസ്തകത്തിൽ ചർച്ച ചെയ്യുന്നില്ല, അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി അല്ല പറയുന്നത് കേട്ടോ. ഇയ്യോബ് നീതിമാനായ ഒരു മനുഷ്യനായിരുന്നു. ഒരു തർക്കവും നിങ്ങൾക്ക് ഇനിയും വേണ്ട, ഒരു സംശയവും അക്കാര്യത്തിൽ വേണ്ട. ഇയ്യോബ് നീതിമാനായ മനുഷ്യൻ ആയിരുന്നു. ഈ നീതിമാനായ മനുഷ്യൻ്റെ ജീവിതത്തിൽ അഥവാ പിന്നീട് എന്തെങ്കിലും പാപം ചെയ്തു പോയാലോ? അതാണ് നമ്മുടെ അടുത്ത ഒരു ചോദ്യം. ഇല്ല, പിന്നീട് എന്തെങ്കിലും പാപം ചെയ്തു പോയാലോ? അതിന് വഴിയുണ്ടേ. അദ്ദേഹം അത് ചെയ്യുന്നുണ്ടായിരുന്നു. അദ്ദേഹം വേദത്തിൽ പറഞ്ഞൊരു, ഈ എഴുത്തുകാരൻ തന്നെ ഇദ്ദേഹത്തെ പരിചയപ്പെടുത്തുമ്പോൾ 5-ാമത്തെ വാക്യത്തിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ഇയ്യോബിൻ്റെ മക്കൾ എല്ലാ മാസത്തിലും ഒരിക്കലായിരിക്കും, അല്ലെങ്കിൽ 6 മാസത്തിൽ ഒരിക്കലായിരിക്കും, എനിക്ക് പറഞ്ഞുകൂടാ, ഇടയ്ക്കിടയ്ക്ക് അവരുടെ സഹോദരന്മാരുടെ വീട്ടിൽ ഓരോരുത്തരുടെ വീട്ടിലായിട്ട് വിരുന്നൊരുക്കുമായിരുന്നു. അങ്ങനെ വിരുന്നൊരുക്കുന്ന സമയത്ത് സഹോദരിമാരെ കൂടെ പ്രത്യേകമായിട്ട് വിളിക്കുമായിരുന്നു. അങ്ങനെ മക്കളെല്ലാം കൂടെ ഒരുമിച്ച് കൂടി വിരുന്ന് ഒരുക്കുകയും അവർ വിരുന്ന് കഴിക്കുകയും അവർ കഴിക്കുകയും കുടിക്കുകയും ഒക്കെ ചെയ്ത് അവർ ആനന്ദിക്കുമ്പോൾ ഇയ്യോബിൻ്റെ ഉള്ളിലൊരു ഭയമുണ്ട്. ഇവരിങ്ങനെ വിരുന്നൊക്കെ ഒരുക്കി ആനന്ദിക്കുന്ന സമയത്ത് അവരുടെ ഹൃദയത്തിലെങ്ങാണം, അല്ലാതെ ഒരു പാപം ചെയ്യുമെന്ന് ഇയ്യോബ് പേടിച്ചില്ല, ഭയപ്പെട്ടില്ല. അവരുടെ ഹൃദയത്തിലെങ്ങാണം ദൈവത്തെ വിട്ടകന്നു പോയാലോ എന്ന് ഇയ്യോബ് ഭയപ്പെട്ടെന്നേ പറഞ്ഞുള്ളൂ. അവർ പാപം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടില്ല, അങ്ങനെ വേദത്തിൽ പറയുന്നില്ല. ഇയ്യോബിന് അങ്ങനെ ഭയമുണ്ട്. അങ്ങനെ പാപം ചെയ്തു പോയാലോ എന്ന് ഭയപ്പെട്ട് ഇയ്യോബ് അവരെ ആളയച്ചു വരുത്തി അവർക്ക് വേണ്ടി ഹോമയാഗം കഴിക്കുമായിരുന്നു. അപ്പം എന്ന് പറഞ്ഞാൽ, അഥവാ ഇയ്യോബിൻ്റെ ജീവിതത്തിൽ അവൻ്റെ ഹൃദയത്തിലെങ്കിലും പാപം ചെയ്തു പോയാൽ കൃത്യമായി അതിന് പരിഹാരത്തിനുള്ള ഹോമയാഗം അവൻ നടത്തിയിരുന്നു, ക്രമീകരിച്ചിരുന്നു. അപ്പോൾ നമ്മുടെ ഈ വ്യവസ്ഥയല്ല അന്നത്തെ വ്യവസ്ഥ. നിങ്ങൾ ഓർക്കണം, ഇത് മോശയുടെ ന്യായപ്രമാണത്തിന് മുമ്പുള്ള ഒരു കാലമാണിത്. അവിടെ മോശയുടെ ന്യായപ്രമാണം ഇങ്ങോട്ട് വലിച്ചുകൊണ്ടേ വരരുത്, ഒരു കാരണവശാലും വരരുത്. നമ്മുടെ ഒരു വീക്ക്നെസ്സാണ് ഈ പഴയ നിയമം എന്ന് പറഞ്ഞാൽ ഉടൻ തന്നെ മോശയുടെ ന്യായപ്രമാണത്തെ കൊണ്ടുവരിക. എന്ത് പഴയ നിയമം വന്നാലും മോശയുടെ ന്യായപ്രമാണത്തെ കൊണ്ടുവരും. ഇതൊക്കെ അതിന് മുമ്പുള്ള കാലമാണ്. മോശയുടെ ന്യായപ്രമാണമൊന്നും ഇവിടെ ബാധകമല്ല. അപ്പോൾ എന്തെങ്കിലും അഥവാ ജീവിതത്തിൽ പാപം ചെയ്തു പോയാലും അതിനൊരു പരിഹാരം ഇയ്യോബ് എപ്പോഴും ചെയ്തിരുന്നു, ഹോമയാഗം കഴിച്ചിരുന്നു. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത്, എൻ്റെ ദാസനായ ഇയ്യോബ് അവൻ നിഷ്കളങ്കനാണ്, നേരുള്ളവനാണ്, ദോഷം വിട്ടകലുന്നവനാണ്, അവൻ ദൈവഭക്തൻ ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഇയ്യോബിൻ്റെ ചരിത്രമാണ്. വേറെ ബാക്കിയുള്ള വാക്യങ്ങളൊന്നും ഞാനത് വായിക്കുന്നില്ല. ഇയ്യോബിൻ്റെ ജീവിതത്തെക്കുറിച്ച് ഇനിയും പല കാര്യങ്ങൾ വാക്യങ്ങൾ എനിക്ക് പറഞ്ഞിട്ട് ഈ ഞാൻ പറയുന്ന കാര്യം തെളിയിക്കാൻ എനിക്ക് കഴിയും, പക്ഷേ ഞാൻ വായിക്കുന്നില്ല. ഇങ്ങനെയുള്ള ഇയ്യോബിൻ്റെ ജീവിതത്തെക്കുറിച്ചാണ് നമ്മളിവിടെ ചിന്തിക്കുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് പാപത്തിൻ്റെ ഫലമായ കഷ്ടത, അല്ലെങ്കിൽ പാപമില്ലാതെ അനർഹമായ കഷ്ടത, ഇതിനെക്കുറിച്ചാണ് ഇതിവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പം നന്മയ്ക്ക് ഒരു അർഹത ആവശ്യമില്ല എന്നതുപോലെ തന്നെ തിന്മയുണ്ടാകാനും അർഹത ആവശ്യമില്ല, അല്ല അനർഹമായിരിക്കാം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത്, ഞാൻ അടുത്തൊരു പോയിന്റിലേക്ക് പോവുകയാണ്, നിങ്ങൾ ശ്രദ്ധിക്കണം. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത്, ദൈവം ഒരാൾക്ക് നന്മ തരുവോ തിന്മ നൽകുകയോ ചെയ്യുന്നത് രണ്ടും അവൻ്റെ സർവാധികാരത്തിലാണ്. രണ്ടും അവൻ്റെ സർവാധികാരത്തിലാണ്. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ സോവറിറ്റി ഓഫ് ഗോഡ്. അവർ ഗോഡ് ഈസ് എ സോവറിൻ ഗോഡ്. നമ്മളെപ്പോഴും സർവശക്തനായ ദൈവത്തെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. നമ്മൾ പാട്ടുകളെല്ലാം പാടുന്നത്, നിങ്ങൾ പാട്ടുകളൊക്കെ നോക്കാൻ, അതെല്ലാം സർവശക്തനായ ദൈവത്തെക്കുറിച്ച് നമ്മൾ പറയാറുണ്ട്. നമുക്ക് സർവശക്തനായ ദൈവത്തെ വലിയ ഇഷ്ടമാണ്. അതിന് ഇഷ്ടപ്പെടാനുള്ള കാരണമുണ്ട്. അപ്പോൾ എന്തിനാണ് നമ്മൾ സർവശക്തനായ ദൈവത്തെക്കുറിച്ച് പാടുന്നത്? കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ, ഞാൻ പറയുന്നത് പാടണം. ഞാൻ ഈ സോവറിറ്റി ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഇത് പശ്ചാത്തലമായിട്ട് ഉപയോഗിക്കുന്നതേ ഉള്ളൂ കേട്ടോ. സർവശക്തനായ ദൈവത്തെക്കുറിച്ച് നമ്മൾ വളരെയധികം പാടുന്നുണ്ട്. അതിന് ഒറ്റ കാരണമേ ഉള്ളൂ, നമ്മൾ ചോദിക്കുന്നതെല്ലാം തരുന്ന ഒരു ദൈവം. അതിനാണ് നമ്മൾ ഈ സർവശക്തനായ ദൈവത്തെക്കുറിച്ച് പറയുന്നില്ല. നമ്മൾ ചോദിക്കുന്നതെല്ലാം തരുന്ന ഒരു ദൈവം ഉണ്ടാകണം, സർവശക്തനായ ദൈവം ഉണ്ടാകണം. നമ്മുടെ പ്രശ്നമെന്ന് പറയുന്ന 2 പ്രശ്നമേ ഉള്ളൂ നമുക്കുള്ളൂ. ഒന്ന്, നമുക്ക് ചോദിക്കുന്നത് കിട്ടണം. രണ്ടാമത്, പിശാച് നമ്മളെ ഒന്നും ചെയ്യരുത്. ഈ 2 കാര്യങ്ങളാണ് നമ്മളെ അലട്ടുന്ന പ്രധാനപ്പെട്ട വിഷയം. ഈ 2നും ഒരു പരിഹാരം സർവശക്തനായ ദൈവമാണ്. പക്ഷെ നമ്മുടെ പാട്ടിലോ നമ്മുടെ പറച്ചിലോ പ്രസംഗത്തിലോ ഒന്നും നമ്മൾ സർവാധികാരിയായ ദൈവത്തെക്കുറിച്ച് പറയാറില്ല. സോവറിൻ ഗോഡ്. നിങ്ങൾ ഏതെങ്കിലും ഒരു പാട്ട് ഓർക്കുന്നുണ്ടോ?
സർവാധികാരിയായ ദൈവം. ഹീസ് എ സോവറിൻ ഗോഡ്. മോശ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ നിന്റെ പേരെന്താ? ഞാൻ തിരിച്ച് ചെന്നിട്ട് എനിക്ക് ദൈവം പ്രത്യക്ഷനായി എന്ന് പറയണം വരുമ്പോൾ അവരെന്നോട് ചോദിക്കും, ഏത് ദൈവമാണ് നിനക്ക് പ്രത്യക്ഷനായെന്ന് ചോദിക്കുമ്പോൾ എനിക്കൊരു പേര് പറയാനുണ്ടാകണം. കാരണം ഈജിപ്ഷ്യൻ ദേവന്മാർക്കെല്ലാം പേരുകളുണ്ട്. ഞാൻ അവിടെ അധികം നിൽക്കുന്നില്ല, നമ്മുടെ വിഷയം അതല്ല. ഞാനിത് സോവറിറ്റി ഒന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. ഇതാണ് ഇയ്യോബിൻ്റെ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം. അപ്പോൾ ദൈവം പറഞ്ഞു, ഞാൻ ആകുന്നവൻ ഞാൻ ആകുന്നു. ഞാൻ ആകുന്നു എന്നതാണ് എൻ്റെ നാമം, എൻ്റെ പേരതാണ്. എന്താണ് അർത്ഥം എന്ന് പറയുന്നത്? എന്താണ് അർത്ഥം എന്ന് പറയുന്നത്? ഞാനാകുന്നവൻ ഞാനാകുന്നു. ഞാനാകുന്നു എന്നതാണ് എൻ്റെ പേര്. സിംപിളി ഒറ്റ അർത്ഥമുള്ളൂ. എനിക്കൊരു പേരിൻ്റെ ആവശ്യമില്ല. എനിക്കൊരു പേരിൻ്റെ ആവശ്യമില്ലാത്തത് എന്താണ്? എന്തിനാണ് പാസ്റ്റർ അലക്സിക്ക് ഒരു പേരുള്ളത്? നിങ്ങളെപ്പോലെ കുറേയേറെ മനുഷ്യരുള്ളത് കൊണ്ടാണ് പാസ്റ്റർ അലക്സിക്ക് അലക്സി എന്നുള്ള പേരുള്ളത്. കാരണം ആളെ തിരിച്ചറിയണമല്ലോ. ആളെ തിരിച്ചറിയണ്ടേ? പാസ്റ്റർ അലക്സി എന്ന് വിളിക്കുമ്പോൾ അദ്ദേഹം കേൾക്കണ്ടേ? അദ്ദേഹത്തെ വിളിക്കുന്നതെന്ന് അറിയണ്ടേ? അദ്ദേഹം തിരിച്ചറിയണ്ടേ? നിങ്ങൾ തിരിച്ചറിയണ്ടേ? അതേസമയം ഈ ഭൂലോകത്തിൽ, ഈ സർവ്വപ്രപഞ്ചത്തിൽ ആകെ ഒരാളെ ഉള്ളൂ, പാസ്റ്റർ അലക്സി മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒരു പേരിൻ്റെ ആവശ്യം ഇല്ല. അപ്പം പാസ്റ്റർ അലക്സി മാത്രമേ ഈ പ്രപഞ്ചത്തിലുള്ളൂ എന്നുണ്ടെങ്കിൽ ഹി നീഡ് നോ നെയിം. അദ്ദേഹത്തിന് പേരിൻ്റെ ആവശ്യമില്ല. ദൈവം പറയുന്നു, ഞാനാകുന്നവൻ ഞാനാകുന്നു, അതാണ് എൻ്റെ പേര് എന്ന് പറഞ്ഞാൽ അർത്ഥം, എന്നെപ്പോലെ വേറെ ഒരു ദൈവമില്ല, ഞാനല്ലാതെ വേറൊരു ദൈവമില്ല, എന്നെക്കാൾ വലുതായി വേറൊരു ദൈവമില്ല, എനിക്ക് തുല്യനായി വേറൊരു ദൈവമില്ല, എന്നെക്കാൾ ചെറുതായി വേറൊരു ദൈവവും ഇല്ല. ദൈവം എന്ന് പറഞ്ഞാൽ ഒരു ദൈവമേ ഉള്ളൂ, അത് ഞാനാണ്. ഞാൻ ഒന്നുകൂടെ പറയാം നിങ്ങളോട്, വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം നിങ്ങളത്. ദൈവം സർവാധികാരിയാണ് എന്ന് പറയുമ്പോൾ, സോവറിനാണെന്ന് പറയുമ്പോൾ, ഈ ദൈവത്തെക്കാൾ വലുതായി വേറൊരു ദൈവമില്ല, അദ്ദേഹത്തെക്കാൾ ചെറുതായി, ഒരു പടി ചെറുതായി വേറൊരു ദൈവമില്ല, അദ്ദേഹത്തിന് തുല്യനായി വേറൊരു ദൈവമില്ല, അദ്ദേഹത്തെ പോലെയും വേറെ ഒരു ദൈവമില്ല. ദൈവം ഒന്നേ ഉള്ളൂ, അത് ദൈവം ആണ്. അദ്ദേഹത്തിനൊരു പേരിൻ്റെ ആവശ്യം അതുകൊണ്ട് ഇല്ല. ഹി ഈസ് എ സോവറിൻ ഗാഡ്. അവൻ സർവാധികാരിയായ ദൈവമാണ്. അവൻ ഈ ഭൂമിയെ സൃഷ്ടിച്ചപ്പോൾ ആരോടും ഉപദേശം ചോദിച്ചില്ല. ഇതെങ്ങനെ സൃഷ്ടിക്കണമെന്ന് അവൻ ആരോടും ചോദിച്ചില്ല. എന്തിനു വേണ്ടി ഞാൻ ഈ ഭൂമിയെ സൃഷ്ടിക്കുന്നുവെന്ന് ദൈവം ആരോടും ഇതുവരെയും വിശദീകരിച്ച് പറഞ്ഞിട്ടില്ല. അപ്പോൾ അവൻ ഉപദേശം കൊടുക്കുവാൻ ആരും ഉണ്ടായിരുന്നില്ല. ഉപദേശം അവൻ ആരോടും ചോദിച്ചിട്ടില്ല. ആരോടും അവനൊരു വിശദീകരണവും ഇന്ന് വരെയും പറഞ്ഞിട്ടില്ല. അതാണ് ദൈവത്തിൻ്റെ സർവാധികാരം. ഈസ് എ സോവറിൻ ഗാഡ്. ഇയ്യോബിൻ്റെ പുസ്തകത്തിലെ വിഷയം, ദൈവം സർവാധികാരിയായ ദൈവമാണ്. അവൻ്റെ സർവാധികാരത്തിൽ നിങ്ങൾക്ക് നന്മ നൽകുവാനും തിന്മ നൽകുവാനും ദൈവത്തിന് അധികാരം ഉണ്ട്. തിന്മ ദൈവമാണോ തരുന്നത്? ആ വിഷയം ഇവിടെ ചർച്ച ചെയ്യുന്നില്ല. ഞാൻ അതുകൊണ്ട് അതേപ്പറ്റി പറയുന്നില്ല. അങ്ങനെ ആ ചോദ്യം നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ വേണ്ട, അത് മറ്റൊരു വിഷയമാണ്. അപ്പോൾ ദൈവത്തിന് നന്മ നൽകുവാനും തിന്മ നൽകുവാനും അവൻ്റെ സർവാധികാരത്തിൽ അധികാരമുണ്ട്. നിങ്ങൾക്ക് നന്മ ലഭിച്ചിരിക്കുന്നത് നിങ്ങളുടെ എന്തെങ്കിലും നീതിപ്രവൃത്തി മൂലമല്ല. അവൻ്റെ സർവാധികാരത്തിൽ അവന് നന്മ നൽകണമെന്ന് തോന്നി അവനത് തന്നു. അതിനൊരു വിശദീകരണം നൽകേണ്ട ബാധ്യത അവന് ഇല്ല. നിങ്ങളുടെ ജീവിതത്തിൽ തിന്മ അയക്കണമെന്ന് അനുവദിക്കണമെന്ന് ദൈവം തീരുമാനിച്ചുവെങ്കിൽ അത് ദൈവം അനുവദിക്കുന്നു. ആരോടും ഉപദേശം ചോദിച്ചിട്ടില്ല. അതിനൊരു വിശദീകരണം നൽകുവാൻ ദൈവത്തിന് യാതൊരു ബാധ്യതയുമില്ല. കാരണം അവൻ സർവാധികാരിയായ ദൈവമാണ്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? യു ആർ വിത്ത് മീ? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? വായിക്കാം നമുക്ക്. ഇയ്യോബ് 1:21.
യോബ് 1:21. നഗ്നനായി ഞാൻ എൻ്റെ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നു, നഗ്നനായി തന്നെ മടങ്ങിപ്പോകും. യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സമയമുണ്ടെങ്കിൽ നമുക്ക് ആ വാക്യം വീണ്ടും ഒന്നുകൂടെ ചിന്തിക്കാം. ഇവിടെ ജസ്റ്റ് ഒന്ന് അങ്ങ് പറഞ്ഞു പോകാം. യോബ് അതാണ് പറയുന്നത്, യഹോവ തന്നു, അതിന് പ്രത്യേകിച്ച് കാരണമൊന്നും ഇല്ല. യഹോവ എടുത്തു, അതിനും പ്രത്യേകിച്ച് കാരണമൊന്നും ഇല്ല. തന്നാലും തന്നില്ലേലും എടുത്താലും എടുത്തില്ലേലും യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് ആ വാക്യത്തിലേക്ക് പിന്നീട് വരാം, അതുകൊണ്ട് നമുക്ക് പിന്നീട് ചിന്തിക്കാം. ഇനി നമുക്ക് നോക്കാം, യോബിൻ്റെ കഥ എടുക്കാം. നമുക്ക് നിങ്ങൾക്കറിയാവുന്ന പോലെ യോബിൻ്റെ കഥ തുടങ്ങുന്നത് ഒരിക്കൽ ദൈവസന്നിധിയിൽ ആത്മമണ്ഡലത്തിൽ എവിടെയോ ദൈവപുത്രന്മാരും ദൈവവും പിശാചും തമ്മിലൊരു കൂടിക്കാഴ്ച ഉണ്ടാകുന്നു. ആ കൂടിക്കാഴ്ച ആണ് ഈ നമ്മുടെ കഥയുടെ തുടക്കം എന്ന് പറയുന്നത്. അതുവരെയുള്ള അത് 1-ാം അധ്യായം 6-ാം വാക്യം മുതലാണ്. 1 തൊട്ട് 5 വരെയുള്ളത് എഴുത്തുകാരൻ തന്നെ പറയുന്ന ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. ഈ കൂടിക്കാഴ്ചയിൽ പിശാച് വരുന്നു, സാത്താൻ വരുന്നു. സാത്താനോട് ദൈവം നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചു. എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചപ്പോൾ സാത്താൻ പറഞ്ഞു, ഞാൻ ഈ ഭൂമിയിലൊക്കെ ഊടാടി സഞ്ചരിച്ചിട്ട് വരുന്നു എന്ന് പറഞ്ഞു. സാത്താനോട് ദൈവം ചോദിച്ചു, ഞാൻ പെട്ടെന്നാണ് പോകുന്നത്. സാത്താനോട് ദൈവം ചോദിച്ചു, നീ എവിടെ നിന്ന് വരുന്നു? ഒരു അക്കൗണ്ടബിലിറ്റി ഉള്ളതുപോലെ തോന്നിക്കുന്നു. ഓക്കെ, അവിടെ നിൽക്കട്ടെ, നമ്മൾ ആ വിഷയത്തിലോട്ട് ഇപ്പോൾ കയറുന്നില്ല. അവിടെ സാത്താൻ പറഞ്ഞു, ഞാൻ ഈ ഭൂമിയിലൊക്കെ ഒന്ന് ഊടാടി സഞ്ചരിച്ചിട്ട് വരുന്നു. ഇതേ സാത്താൻ പറഞ്ഞുള്ളൂ. സാത്താൻ പറഞ്ഞില്ല, ഞാൻ ഈ ഭൂമിയിലൊക്കെ ഊടാടി സഞ്ചരിച്ചിട്ട് വരുന്നു, എല്ലാവരെയും ഞാൻ നോക്കി, പക്ഷെ ഇയ്യോബിൻ്റെ മേൽ എനിക്ക് നോക്കാൻ കഴിഞ്ഞില്ല എന്ന് സാത്താൻ പറഞ്ഞില്ല. ശ്രദ്ധിക്കണം ഞാൻ പറയുന്നത്, ഇയ്യോബിൻ്റെ പേരേ സാത്താൻ പറഞ്ഞില്ല. ഇയ്യോബിനെ കുറിച്ചൊരു പരാമർശം പോലും സാത്താൻ്റെ വായിൽ നിന്നുണ്ടായില്ല. എന്നാൽ ദൈവം ഉടൻ തന്നെ ഇയ്യോബിൻ്റെ പേര് അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. നീ എൻ്റെ ദാസനായ ഇയ്യോബിൻ്റെ മേൽ ദൃഷ്ടി വെച്ചു. വല്ല കാര്യവും ഉണ്ടായിരുന്നോ ദൈവത്തിന് എന്ന് ചിന്തിച്ചു നോക്കിയാൽ നിങ്ങൾ, വല്ല കാര്യവും ഉണ്ടായിരുന്നോ? സാത്താൻ ഇയ്യോബിനെ പറ്റി ഒന്നും മിണ്ടിയില്ലല്ലോ. ഇയ്യോബ് ഒരു ചർച്ചാ വിഷയമല്ലല്ലോ. ഒരു പ്രശ്നവുമില്ല. ഇയ്യോബ് ദൈവത്തെ ആരാധിക്കുകയാണ്. സാത്താൻ ദൃഷ്ടി വെക്കുന്നതേ ഇല്ല. പക്ഷെ ഇയ്യോബിനെ ഈ ചർച്ചയിലേക്ക് വലിച്ചടയ്ക്കുന്നത് ദൈവമാണ്. എന്തിനാണ് ഇയ്യോബിനെ കുറിച്ച് ദൈവം പരാമർശിച്ചത്? ദൈവം എങ്ങും വിശദീകരിച്ചിട്ടില്ല. അവൻ്റെ സർവാധികാരത്താൽ അവൻ അങ്ങനെ പറയണമെന്ന് തീരുമാനിച്ചു. അവൻ ചോദിച്ചു, എൻ്റെ ദാസനായ ഇയ്യോബിൻ്റെ മേൽ നീ ദൃഷ്ടി വെച്ചു. അപ്പൊ എന്തിനാണ് ഈ ചർച്ചയിലേക്ക് ഇയ്യോബിനെ കൊണ്ടുവന്നത്? ദൈവം എന്തിനാണ് കൊണ്ടുവന്നത്? എന്താണ് അതിന് പിന്നിലെ കാരണം? എന്താണ് അതിന് പിന്നിലെ ഒരു പ്രേരകം? ദൈവം ഇന്ന് വരെയും ആരോടും അത് വിശദീകരിച്ചിട്ടില്ല. ദൈവത്തിൻ്റെ സർവാധികാരത്താൽ ദൈവം പറഞ്ഞു, ദൈവം ഇയ്യോബിൻ്റെ പേര് അവിടെ മെൻഷൻ ചെയ്തു. അപ്പം നമ്മൾ വേണമെങ്കിൽ പറയാം, പിശാചെങ്ങാണം ഇയ്യോബിനെ ഉപദ്രവിച്ചാലോ എന്ന് വിചാരിച്ച് ഭയന്ന് ദൈവം ഒന്ന് ചോദിച്ചതാണ്, ദൈവത്തിൻ്റെ കരുതലാണ് എന്ന് പറയാം. അടുത്തത് പിശാച് പറയുന്നൊരു വാചകമുണ്ട്, നീ അവൻ്റെ ചുറ്റിനും വേലി കെട്ടി സൂക്ഷിച്ചിട്ടില്ലയോ? എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടേ? പിശാച് പറയാണ്, നീ അവൻ്റെ ചുറ്റിനും വേലി കെട്ടി സൂക്ഷിച്ചിട്ടില്ലയോ? ഇനി അവൻ്റെ പേരിവിടെ വലിച്ചടയ്ക്കുവോ അവൻ്റെ മേൽ ദൃഷ്ടി വെച്ചോ എന്ന് ചോദിക്കുകയോ ചെയ്യേണ്ട കാര്യമൊന്നും തന്നെ ഇല്ല. നീ അവൻ്റെ ചുറ്റും വേലി കെട്ടി സൂക്ഷിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് അവൻ്റെ മേൽ ദൃഷ്ടി വെക്കുവാൻ സാധ്യം അല്ല. ഗോട്ട് ഇറ്റ്? അപ്പം ഇനി ദൈവം ചോദിക്കേണ്ട കാര്യമില്ല ദൃഷ്ടി വെച്ചോ എന്ന്. ശരിക്കും പറഞ്ഞാൽ പിശാച് തന്നെ പറഞ്ഞതാ, ഇനി എന്നോട് ചോദിക്കേണ്ട കാര്യം എന്താണ്? നീ അവൻ്റെ ചുറ്റിനും വേലി കെട്ടി സൂക്ഷിച്ചിട്ടില്ലയോ? നിങ്ങൾ എത്ര പേര് ഇപ്പോൾ പിശാചിൻ്റെ പോരാട്ടത്തിലായിരിക്കുന്നുണ്ട്? പിശാചുമായി പോരാട്ടത്തിലോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ആയിട്ട് പോരാട്ടത്തിലോ ഒക്കെ ആയിരിക്കുന്നുണ്ട്? ദൈവജനമേ, ദൈവം നിങ്ങളുടെ ചുറ്റിനും വേലി കെട്ടി സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അവൻ സർവാധികാരിയായ ദൈവമാണ്. അവനേക്കാൾ വലിയവൻ ആരുമില്ല, ചെറിയവൻ ആരുമില്ല, തുല്യനായിട്ട് ആരുമില്ല. അവനവൻ്റെ അധികാരം ആരുമായിട്ടും പങ്കിടുന്നില്ല. ഒരു ഉപദേശവും ആരോടും ചോദിക്കുന്നില്ല.
ഒരഭിപ്രായവും ആരോടും ചോദിക്കുന്നില്ല. ആ ദൈവം നിങ്ങളുടെ ചുറ്റിനും വേലി കെട്ടി സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പിശാചിനും നിങ്ങളുടെ മേൽ ദൃഷ്ടി വെക്കാൻ കഴിയത്തില്ല. ഇന്ന് പകൽക്കാലം ആ ഒരു സന്ദേശം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കയറട്ടെ. ദൈവത്തിൻ്റെ വേലിയെ പൊളിക്കാൻ ഒരു പിശാചിനും കഴിയത്തില്ല, ഒരു അന്ധകാര ശക്തിക്കും കഴിയത്തില്ല, ഒരു മന്ത്രവാദത്തിനും കഴിയത്തില്ല, ഒരു ശക്തിക്കും കഴിയത്തില്ല. കാരണം നിങ്ങളുടെ ദൈവം സർവാധികാരിയായ ദൈവമാണ്. അവൻ്റെ അധികാരം ആരുമായും പങ്കിടുന്നതേ ഇല്ല. അപ്പോൾ ഈ ചർച്ചയിലേക്ക് ഇയ്യോബിനെ കൊണ്ടുവന്ന ആരാണ്? ദൈവമാണ് കൊണ്ടുവന്നത്. ദൈവം കൊണ്ടുവന്നത് എന്തുകൊണ്ടാണ് ദൈവം കൊണ്ടുവന്നത്? അവൻ്റെ സർവാധികാരത്താൽ അവൻ അങ്ങനെ ചെയ്തു. മറ്റൊന്നും നമുക്ക് അതിന് മറുപടി പറയുവാനില്ല. മറ്റൊന്നും ഈ പുസ്തകവും മറുപടി നൽകുന്നതേ ഇല്ല. അപ്പോൾ പിശാച് ദൈവത്തോട് പറഞ്ഞു, ഈ ഇയ്യോബ് നിന്നെ ആരാധിക്കുന്നത്, നിങ്ങൾ ശ്രദ്ധിക്കണേ ആ ഒരു വാക്യം, ഇയ്യോബ് നിന്നെ ആരാധിക്കുന്നത് അവൻ്റെ ചുറ്റിനും നീ വേലി കെട്ടി സൂക്ഷിച്ചിരിക്കുന്നത് കൊണ്ടാണ്. അവന് സമ്പത്തെല്ലാം നീ സൂക്ഷിക്കുന്നു. നീ അവൻ്റെ സമ്പത്ത് എടുത്തു മാറ്റിയാൽ അവൻ നിന്നെ അപ്പോൾ തന്നെ ത്യജിച്ചു കളയും. ഇവിടെ ഞാൻ മുമ്പേ നിങ്ങളോട് പറഞ്ഞത് അവനൊരു ബഹുദൈവ ആരാധനയുള്ള സമൂഹത്തിൽ ജീവിച്ചിരുന്ന വ്യക്തിയാണെന്ന് പറഞ്ഞത്. ഇയ്യോബിൻ്റെ ഭാര്യ പറഞ്ഞൊരു വാചകമുണ്ടല്ലോ, നീ ദൈവത്തെ ത്യജിച്ചു കളക എന്നിട്ട് നീ മരിച്ചു കളക എന്ന് പറയുന്ന ഒരു വാചകം ഇയ്യോബിൻ്റെ ഭാര്യ പറഞ്ഞു. ഞാൻ വാക്യങ്ങളൊന്നും വായിക്കുന്നില്ല. ഇയ്യോബിൻ്റെ ഭാര്യ പറയുന്നുണ്ട്. അപ്പോൾ ഇയ്യോബിൻ്റെ ഭാര്യ ഉദ്ദേശിച്ചത്, ഇവിടെ ബഹുദൈവങ്ങളുണ്ട്, നന്മ നൽകാൻ കഴിയുന്ന ദൈവങ്ങളുണ്ട്, നന്മയെ സംരക്ഷിക്കാൻ കഴിയുന്ന ദൈവങ്ങളുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കണേ, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് നന്മ നൽകാൻ കഴിയുന്നു എന്ന് മാത്രമല്ല, ആ നന്മയെ സംരക്ഷിക്കാൻ കഴിയുന്ന ദേവന്മാർ മെസൊപ്പൊത്താമിയ ദേശത്തുണ്ട്. ഇവിടെ ഇതുള്ളപ്പോൾ നിന്റെ ദൈവം നിനക്ക് നന്മ തന്നുവെങ്കിലും ഹി മിസറബിളി ഫെയിൽ ടു പ്രൊട്ടക്റ്റ് ഇറ്റ്. അവൻ അതിനെ സംരക്ഷിക്കാൻ പരാജയപ്പെട്ടു. ഇയ്യോബിൻ്റെ ഭാര്യയുടെ വാക്കാണ് ഞാനീ പറയുന്നത്. നിന്റെ ദൈവം നിന്റെ സമ്പത്തിനെ സംരക്ഷിക്കാൻ പരാജയപ്പെട്ടു, അതുകൊണ്ട് ഈ ദൈവത്തെ നീ ത്യജിച്ചു കളക, എന്നിട്ട് നീ മരിക്കുവാൻ തയ്യാറെടുക്കുക. ഇതാണ് ഇയ്യോബിൻ്റെ ഭാര്യയുടെ ഉപദേശം. ഈ ദൈവത്തെ ത്യജിച്ചു കളക എന്ന് പറഞ്ഞാൽ അർത്ഥം, നിനക്ക് വേറെ ദൈവന്മാർ ധാരാളം പേരുണ്ട്, സമ്പത്തിനെ സംരക്ഷിക്കാൻ കഴിയുന്ന ദേവന്മാർ ധാരാളം പേർ ഉണ്ട്. യഹോവ ദൈവത്തെ നമ്മൾ ആരാധിക്കുന്നത് നമ്മുടെ സമ്പത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി അല്ല. അപ്പോൾ പിശാച് ആദ്യം ഉന്നയിച്ച ആരോപണം ഇതാണ്, ഇയ്യോബ് നിന്നെ ആരാധിക്കുന്നത് നീ അവൻ്റെ സമ്പത്ത്, ഭൗതികമായ സമ്പത്ത് കൊടുത്തിരിക്കുന്നത് കൊണ്ടും നീ അതിനെ സംരക്ഷിക്കുന്നത് കൊണ്ടുമാണ്, വേലി കെട്ടി സംരക്ഷിക്കുന്നത് കൊണ്ടുമാണ്. എന്ന് പറഞ്ഞാൽ മനുഷ്യരൊക്കെയും നിന്നെ ആരാധിക്കുന്നത് അവർക്ക് നീ ഭൗതികമായ നന്മകൾ കൊടുക്കുന്നത് കൊണ്ടാണ്. മനുഷ്യരൊക്കെയും ദൈവത്തെ ആരാധിക്കുന്നത് നീയും മനുഷ്യരും തമ്മിൽ ഒരു കൊടുക്കൽ വാങ്ങൽ ബന്ധമുള്ളത് കൊണ്ടാണ്. നിങ്ങൾ ആലോചിക്കണം, ഈ ലോകത്തിൽ പല മതങ്ങളുണ്ട്. എല്ലാ മതങ്ങളെ കുറിച്ചല്ല ഞാൻ പരാമർശിക്കുന്നത്, നമ്മുടെ സമൂഹത്തിൻ്റെ ചുറ്റുപാടുള്ളതിനെ കുറിച്ച് മാത്രമാണ്. അതിൽ ഈ കൊടുക്കൽ വാങ്ങൽ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ ദൈവത്തെ ആരാധിക്കുന്ന ഏക ജനം ക്രിസ്തീയ വിശ്വാസികളാണ്, അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ട ദൈവജനമാണ്. അതല്ല, നിങ്ങൾ കൊടുക്കൽ വാങ്ങൽ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ദൈവത്തെ ആരാധിക്കുന്നതെങ്കിൽ ഞാൻ ഈ പറഞ്ഞ വിഭാഗത്തിൽ നിങ്ങൾ പെടുന്നില്ല. രക്ഷിക്കപ്പെട്ട ജനം എന്ന് പറയുന്ന വിഭാഗത്തിൽ പെടുന്നില്ല. രക്ഷിക്കപ്പെട്ട ജനം ദൈവത്തെ ആരാധിക്കുന്നത് ഒരു കൊടുക്കൽ വാങ്ങൽ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല. ഞാൻ ദൈവത്തിന് സ്വോത്രാഴ്ച കൊടുക്കാം, ദൈവം എനിക്ക് അതിൻ്റെ ഇരട്ടിയായിട്ട് തിരിച്ചു തരും. നോ, നത്തിങ് ലൈക്ക് ദാറ്റ്. ഇയ്യോബിനോട് ദൈവം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, എന്നിൽ നിന്നും തിരിച്ചു വാങ്ങുവാൻ, എക്സാക്ട്ലി വാക്ക് അങ്ങനല്ല, എന്നിൽ നിന്നും തിരിച്ചു വാങ്ങിക്കുവാൻ എനിക്ക് ആദ്യം തന്നത് ആർ? ഏറ്റവും അവസാനം ഇയ്യോബിന് പ്രത്യക്ഷമാകുമ്പോഴാണ് ദൈവം ആ ചോദ്യം ചോദിക്കുന്നത്. എന്നിൽ നിന്നും മേടിക്കുവാൻ, എന്നിൽ നിന്നും തിരികെ വാങ്ങുവാൻ, എൻ്റെ അർത്ഥം അതാണ്, എന്നിൽ നിന്നും തിരികെ വാങ്ങുവാൻ, എന്നിൽ നിന്നും മേടിക്കുവാൻ എനിക്ക് ആദ്യം കടം തന്നത് ആർ? അതാണ് ആ വാക്കിൻ്റെ അർത്ഥം.
ദൈവം ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ അർത്ഥം. സകലതും ദൈവത്തിൻ്റെതാണ്, ഈ ഭൂമിയിലുള്ള സകലതും. ഇത് ഭൂമിയെയും സകലതിനെയും സൃഷ്ടിക്കുന്നതിന് മുമ്പേ ഈ കാര്യങ്ങൾ ദൈവം ആരെയും കയ്യിൽ നിന്ന് കടം മേടിച്ചിട്ടില്ല. ഭൂമിയെ സൃഷ്ടിക്കാൻ പോവുകയാണ്, അതുകൊണ്ട് എനിക്ക് കുറച്ച് സാധനങ്ങൾ കടം വേണം എന്ന് പറഞ്ഞ് ദൈവം ആരെയും നിന്നും കടം മേടിച്ചതല്ല. അവൻ അവൻ്റെ വാക്കിനാൽ സകലതിനെയും സൃഷ്ടിച്ചു. സകലതും അവൻ്റേതാണ്. നിങ്ങളും ഈ പ്രപഞ്ചത്തിലുള്ളതെല്ലാം, നിങ്ങളുടെ മുഴുവൻ സമ്പത്തും സകലതും യഹോവയായ ദൈവത്തിൻ്റെതാണ്. അവൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾ വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്, അല്ലാതെ നിങ്ങൾ അങ്ങോട്ട് കൊടുത്തിട്ട് അവൻ്റെ കയ്യിൽ നിന്നും മേടിക്കുകയല്ല. You get it? അങ്ങനെ ഒരിക്കലും സാധ്യമല്ല. That is impossible. That is impossible. സകലതും അവൻ്റേതായിരിക്കുമ്പോൾ അവന് കൊടുത്തിട്ട് പിന്നെ തിരിച്ചു മേടിക്കുക എന്ന് പറഞ്ഞ പരിപാടി നടക്കത്തില്ല. അവൻ്റേത് തന്നെയാണ് നമ്മൾ അവന് തിരിച്ചു കൊടുക്കുന്നത്. ആ പിശാച് പറഞ്ഞത് ഇയ്യോബും നീയും തമ്മിൽ എന്ന് പറഞ്ഞാൽ സകല മനുഷ്യരും ദൈവവും തമ്മിലുള്ള ബന്ധം ഒരു കൊടുക്കൽ വാങ്ങൽ ബന്ധമാണുള്ളത്. അല്ലാതെ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനല്ലാതെ രണ്ടാമത്തെ പോയിന്റ് അതാണ് പിശാച് പറഞ്ഞത്. അല്ലാതെ നീ ഏത് സാഹചര്യത്തിലും ആരാധനയ്ക്ക് യോഗ്യൻ അല്ല. എന്തുകൊണ്ടാണ് നിങ്ങൾ ഇന്ന് ദൈവത്തെ ആരാധിക്കാൻ വന്നത്? മേ ബി മെനി റീസൺസ്. ആ മെനി എന്ന് പറയുന്നിടത്താണ് കുഴപ്പമിരിക്കുന്നത്. മെനി എന്ന് പറയുന്നത് കുഴപ്പമാണത്. നിങ്ങൾ ദൈവത്തെ ആരാധിക്കാൻ വരുന്നത് ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമാണ്. പല കാരണങ്ങൾ കൊണ്ടാണ് വന്നതെന്നുണ്ടെങ്കിൽ അത് ഈ അവസാനത്തെ ആഴ്ചയായിരിക്കണം അങ്ങനെ വരുന്നത്. ഇനി നിങ്ങൾ പല കാരണങ്ങൾ കൊണ്ട് ദൈവത്തെ ആരാധിക്കാൻ വരരുത്. രോഗസൗഖ്യത്തിനായിട്ടല്ല നമ്മൾ ദൈവത്തെ ആരാധിക്കാൻ വരുന്നത്. ഇതൊക്കെ ദൈവം നമുക്ക് തരും. ഭൗതികമായ നന്മയ്ക്ക് വേണ്ടിയല്ല ദൈവത്തെ ആരാധിക്കാൻ വരുന്നത്. അതൊക്കെ ദൈവം നമുക്ക് തരും. അവൻ്റെ സർവാധികാരത്താൽ അവനിതൊക്കെ തരാൻ കഴിയും. എടുത്തു മാറ്റാനും ദൈവത്തിന് കഴിയും. ദൈവത്തെ നമ്മൾ ആരാധിക്കാൻ വരുന്നത് അവൻ ആരാധനയ്ക്ക് യോഗ്യൻ ആയതുകൊണ്ട് മാത്രം ആണ് അവനെ നമ്മൾ ആരാധിക്കാൻ വരുന്നത്. പിശാചിന്റെ വെല്ലുവിളി മനുഷ്യരും ദൈവവും തമ്മിലുള്ളതൊരു കൊടുക്കൽ വാങ്ങൽ ബന്ധമാണ്. ഇയ്യോബ് നീയും തമ്മിലുള്ളതൊരു കൊടുക്കൽ വാങ്ങൽ ബന്ധമാണ്. നീ സമ്പത്ത് കൊടുക്കുന്നതുകൊണ്ട് ഇയ്യോബ് നിന്നെ ആരാധിക്കുന്നു. അതിൻ്റെ അർത്ഥം പിശാചിന്റെ വെല്ലുവിളി, അതിൻ്റെ അർത്ഥം നീ ആരാധനയ്ക്ക് യോഗ്യൻ അല്ല. വല്ലതും കൊടുക്കുവാന്നുണ്ടെങ്കിൽ അവരെ ആരാധിക്കും, കൊടുക്കുന്നില്ലയോ അവരെ ആരാധിക്കത്തില്ല. ഇതാണ് പിശാചിന്റെ വെല്ലുവിളി. ദൈവം പറഞ്ഞു ശരി, അത് പരീക്ഷിക്കപ്പെടട്ടെ. യു ഗെറ്റ് ഇറ്റ്? അവിടെ ഇയ്യോബിന് യാതൊരു പ്രാധാന്യമില്ലാത്ത പോലെ വരുന്നില്ലേ? കഷ്ടം പിടിച്ചൊരു ഈ കാര്യമായിപ്പോൾ ഇയ്യോബിൻ്റെ കാര്യം ഇല്ലേ? ഇയ്യോബിനൊരു കാര്യവും ഇല്ലാത്ത പോലെ വരുന്നു. ദൈവം പറഞ്ഞു ഇത് പരീക്ഷിക്കപ്പെടട്ടെ, നമുക്ക് നോക്കാം. സമ്പത്ത് പോകുമ്പോൾ ഇയ്യോബ് എന്നെ ആരാധിക്കുമോ ഇല്ലയോ നമുക്ക് നോക്കാം. ഇതാണ് അവിടെയുള്ള വെല്ലുവിളി. അപ്പം ശരിക്കും പറഞ്ഞാൽ, ഞാൻ പറഞ്ഞ നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണേ, ശരിക്കും പറഞ്ഞാൽ അബ്രഹാമിൻ്റെ വിശ്വാസത്തെ പരീക്ഷിച്ചതുപോലെ ഇയ്യോബിൻ്റെ വിശ്വാസത്തെ പരീക്ഷിക്കുക ആയിരുന്നില്ല. അപ്പം ഇയ്യോബിൻ്റെ കഷ്ടത, ഇയ്യോബിൻ്റെ പ്രയാസം, ഇയ്യോബിൻ്റെ ശോധന വിശ്വാസത്തിൻ്റെ ശോധനയായിരുന്നില്ല. അബ്രഹാമിൻ്റെ വിശ്വാസം ശോധന ചെയ്തപ്പെട്ടതുപോലെയുള്ള ഒരു വിശ്വാസത്തിൻ്റെ ശോധനയായിരുന്നില്ല. ഇവിടെ ഇയ്യോബിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് ഇയ്യോബിന് ഭൗതികതയോടുള്ള ബന്ധത്തെ പരിശോധിക്കുകയായിരുന്നു. എന്താണ് ഭൗതികതയോടുള്ള ബന്ധം? നമ്മൾ പറഞ്ഞത് തന്നെ ഉള്ളൂ. ഭൗതികത നഷ്ടപ്പെട്ടാൽ ദൈവത്തെ ആരാധിക്കുമോ? അതാണ് പരീക്ഷിക്കപ്പെട്ടത്. പിശാചല്ലാതെ ഒരിക്കലും മറ്റൊരു വിഷയം അവിടെ ഉന്നയിക്കുന്നേയില്ല. ഇയ്യോബിന് വിശ്വാസമില്ലെന്ന് പറഞ്ഞില്ല, ഇയ്യോബ് വിശ്വാസ വീരനല്ലെന്ന് പറഞ്ഞില്ല. ഇതൊന്നും അവിടെ ഇയ്യോബ് പിശാച് ഇതൊന്നും വെല്ലുവിളിയായിട്ട് ഉയർത്തിയില്ല. പിശാച് പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, നീയും ഇയ്യോബും തമ്മിൽ ഒരു കൊടുക്കൽ വാങ്ങൽ ബന്ധമേ ഉള്ളൂ. ഭൗതികത എടുത്തു മാറ്റിയാൽ അവൻ നിന്നെ ആരാധിക്കത്തില്ല. എന്ന് പറഞ്ഞാൽ ദൈവത്തെ ആരാധനയും ഭൗതികതയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ് എന്നാണ് പിശാച് പറഞ്ഞത്. ദൈവം പറഞ്ഞു എന്നെ ആരാധിക്കുന്ന ജനം ഭൗതികതയിൽ നിന്നും വേർപെട്ട ജനമാണ്. ഞാൻ പറഞ്ഞ വാചകം ശ്രദ്ധിച്ചോ? നിങ്ങൾ ശ്രദ്ധയോടിക്കണം. എൻ്റെ പറഞ്ഞ ഓരോ വാചകവും മിസ്സായി പോരുത് കേട്ടോ. വാക്കുകൾ
അപ്പോൾ ദൈവം പറഞ്ഞെത്രയാണ്? എന്നെ ആരാധിക്കുന്ന ജനം. അത് ആരുമായിക്കൊള്ളട്ടെ, ഇയ്യോബായിക്കൊള്ളട്ടെ, നമ്മളായിക്കൊള്ളട്ടെ, നമ്മുടെ കാര്യമായിക്കൊള്ളട്ടെ, എന്നെ ആരാധിക്കുന്ന ജനം, രക്ഷിക്കപ്പെട്ട ജനം, അവർ ഭൗതികതയിൽ നിന്നും വേർപെട്ട ജനമാണ്. അവർ വേർപാടുള്ള ജനമാണ്. എന്താണ് വേർപാടെന്ന് പറഞ്ഞാൽ? ഭൗതികതയിൽ നിന്നും ഉള്ള വേർപാട്. അവർ വേർപെട്ട ജനമാണ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഭൗതികതയുമായി യാതൊരു വിധത്തിലും കെട്ടപ്പെട്ടിരിക്കുന്നില്ല. ഭൗതികത പോയാലും വന്നാലും അവരതുമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നില്ല. അപ്പൊ ഇപ്പോഴുള്ള ഭൗതികത സംരക്ഷിക്കുവാനോ, ഒരു പക്ഷേ ഭാവിയിൽ ഞാൻ പ്രാർത്ഥിച്ചാൽ, ഉപവസിച്ചാൽ, പ്രാർത്ഥിച്ചാൽ എനിക്ക് ഭൗതിക നന്മകൾ തരും എന്നുള്ള പ്രതീക്ഷയിലോ ഉള്ളതിനെ സംരക്ഷിക്കുവാനോ അല്ല ദൈവജനം ദൈവത്തെ ആരാധിക്കുന്നത്. ദൈവജനത്തിന് ഭൗതികതയുമായി അവൻ കെട്ടപ്പെട്ടിരിക്കുന്നതേയില്ല. വന്നാലും നിന്നാലും പോയാലും ദൈവജനത്തിന് ഒരുപോലെ ഉള്ളൂ. അവരും ദൈവവുമായുള്ള ബന്ധത്തെ അത് ബാധിക്കുന്നതേ ഇല്ല. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറഞ്ഞത്? നിങ്ങൾ ഇത്തിരി ക്ഷീണിച്ചോ എന്നൊരു സംശയം എനിക്കുണ്ട്. അപ്പം പരീക്ഷിക്കപ്പെടുന്നത് ഓക്കെ, കുറച്ചു നേരം കൂടെ ഞാനിത് കണ്ടിന്യൂ ചെയ്യാം, അപ്പോൾ നമുക്ക് നിർത്താൻ പറ്റും. പരീക്ഷിക്കപ്പെട്ടത് അബ്രഹാമിൻ്റെ വിശ്വാസം പരീക്ഷിക്കപ്പെട്ടതുപോലെ ഇയ്യോബിൻ്റെ വിശ്വാസം പരീക്ഷിക്കപ്പെടുകയായിരുന്നില്ല. പിന്നെയോ അവൻ്റെ ഭൗതികതയുമായിട്ടുള്ള അവൻ്റെ ബന്ധം, അതാണ് പരീക്ഷിക്കപ്പെട്ടത്. അതാണ് പിശാച് വെല്ലുവിളിച്ചതും. ഇവിടെ ഇയ്യോബ് ഭൗതികതയുമായി അവൻ്റെ വിശ്വാസം ബന്ധിക്കപ്പെട്ടിരുന്നില്ല. അതുകൊണ്ട് അതിനകത്ത് വിടുതൽ പ്രാപിക്കാനും കഴിഞ്ഞു. ഇയ്യോബിൻ്റെ പ്രതികരണം കൂടെ നോക്കിയിട്ട് നമുക്ക് ടപ്പേ നിങ്ങൾ നിർത്താം. ഒന്ന് ഉഷാറായിട്ട് നിങ്ങളൊന്നിരിക്കണം ഒരു അല്പസമയം കൂടെ. ഓക്കെ, ഇയ്യോബിൻ്റെ ഒന്നാമത്തെ പ്രതികരണം നമ്മൾ വായിക്കുന്നത് ഇയ്യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം 20-21 വാക്യങ്ങൾ നമ്മൾ വായിച്ച വാക്യമാണ്. യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തം പെടുമാറാകട്ടെ. ഞാനത് വിശദീകരിക്കാൻ എനിക്ക് ആദ്യം വിശദീകരിക്കേണ്ട ആവശ്യമില്ല, ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങളതിൻ്റെ ഓർഡർ മാത്രം നിങ്ങൾ നോക്കിയേ. യഹോവ തന്നു, യഹോവ എടുത്തു. ഞാൻ യഹോവയ്ക്ക് കൊടുത്തു, യഹോവ തന്നു, യഹോവ എടുത്തു എന്നല്ല യോബ് പറഞ്ഞത്. ഞാൻ കൊടുത്ത കാര്യമൊന്നും യോബ് പറഞ്ഞില്ല. എനിക്കങ്ങനെ കൊടുക്കുവാൻ സാധ്യമല്ല എന്നതുകൊണ്ടാണ് അത് യോബ് പറയാഞ്ഞത്. ഞാൻ നേരത്തെ പറഞ്ഞ വാക്യം ഞാനത് വായിച്ചേൽപ്പിക്കാം. യോബ് 41:11 ഇങ്ങനെയാണ് ദൈവം പറഞ്ഞത്, ഞാൻ മടക്കി കൊടുക്കേണ്ടതിന് എനിക്ക് മുൻകൂട്ടി തന്നത് ആർ. അങ്ങനെ നമുക്കൊരിക്കലും കൊടുക്കുവാനായിട്ട് കഴിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് അത് സാധ്യമല്ല. രണ്ടാമത് ഇയ്യോബിൻ്റെ പ്രതികരണം ഇയ്യോബ് ഭാര്യയോട് പറയുന്നതാണ്. ഇയ്യോബ് 2:10. ഇയ്യോബ് 2:10 നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഞാൻ 5 മിനിറ്റ് കൂടെ എടുക്കത്തുള്ളൂ. ഇയ്യോബ് 2:10. ഇയ്യോബിൻ്റെ ഭാര്യയുടെ സംസാരം ഞാൻ പറഞ്ഞു, അതിന് കാരണമൊക്കെ ഞാൻ പറഞ്ഞു, ഞാൻ ഇവിടെ നിൽക്കുന്നില്ല. ഇയ്യോബ് പറയുന്ന മറുപടി ഇയ്യോബ് 2:10, നാം ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് നന്മ കൈക്കൊള്ളുന്നു, തിന്മയും കൈക്കൊള്ളരുതോ. അതോടെ ഞാൻ വിശദീകരിച്ച് പറഞ്ഞിട്ട് ലാസ്റ്റിലത്തെ പ്രതികരണോട് പറഞ്ഞ് നമുക്ക് പെട്ടെന്ന് നിർത്താം. ഇയ്യോബ് എന്താ ഉദ്ദേശിച്ചത്? നമ്മൾ ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് നന്മ കൈക്കൊള്ളുന്നു, തിന്മയും കൈക്കൊള്ളരുതോ. അപ്പോഴും ഇയ്യോബ് പറഞ്ഞു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സിംപിളി ദാറ്റ് മച്ച്. യു ഗെറ്റ് ഇറ്റ്? അപ്പോൾ ദൈവം തൻ്റെ സർവാധികാരത്താൽ എനിക്ക് നന്മ തന്നു. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഇയ്യോബ് ഒരിടത്ത് പോലും എൻ്റെ നീതിയാൽ ദൈവം എനിക്ക് നന്മ തന്നു എന്ന് പറയുന്നില്ല. ഒരു സ്ഥലത്ത് പോലും ഇയ്യോബ് അത് പറഞ്ഞിട്ടില്ല. ഇയ്യോബ് താൻ പാപിയാണെന്നെങ്കും പറഞ്ഞിട്ടില്ല, തൻ്റെ ജീവിതത്തിൽ അനീതി ഉണ്ടെന്നെങ്കും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇയ്യോബ് ഒരിടത്ത് പോലും എൻ്റെ നീതി കാരണം എനിക്ക് നന്മ തന്നു എന്ന് പറഞ്ഞിട്ടില്ല. അതിന് പറയും ഇയ്യോബ് പറഞ്ഞത്, എൻ്റെ നീതി ഒന്നും ഇതിനൊരു കാരണമല്ല, എൻ്റെ നീതി കാരണമല്ല തന്നത്, അനർഹമായി എനിക്ക് നന്മ തന്നു. അനർഹമായി എൻ്റെ ജീവിതത്തിൽ തിന്മയും സംഭവിച്ചു. യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. 2 പ്രതികരണം ഞാൻ ഇപ്പം ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു. മൂന്നാമത്തതും കൂടെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവന്നിട്ട് ഞാൻ അങ്ങ് നിർത്തുകയാണ്.
ദൈവം പ്രത്യക്ഷമായപ്പോൾ ഇയ്യോബ് പറഞ്ഞൊരു വാചകമുണ്ട് 42:1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ. ഇയ്യോബ് ഇങ്ങനെ പറഞ്ഞത്, നിനക്ക് സകലതും കഴിയുമെന്നും. നിങ്ങൾ ശ്രദ്ധിച്ച വാക്കൊക്കെ നമ്മൾ സാധാരണ ഇങ്ങനെ പറയുന്നത് പോലെയല്ല. ദൈവത്തിന് സകലതും കഴിയുമ്പോൾ എല്ലാം കഴിയാത്തതുണ്ടെന്നൊക്കെ നമ്മൾ ഒരുപാട് പറയും. ഇയ്യോബ് അങ്ങനെ പറയുന്ന ഒരു സിമ്പിൾ സ്റ്റേറ്റ്മെൻ്റ് അല്ലത്. ഇയ്യോബ് ഇതെല്ലാം മനസ്സിലാക്കി കഷ്ടതയിലൂടെ എല്ലാം പോയി 38-ാമത്തെ അധ്യായത്തിൽ ദൈവം പ്രത്യക്ഷനായി. പിന്നെ ദൈവം കുറേയേറെ ചോദ്യങ്ങൾ ഇയ്യോബിനോട് ചോദിക്കുകയാണ്. ഒന്നിനും ഇയ്യോബിന് മറുപടി പറഞ്ഞില്ല, ദൈവവും മറുപടി പറഞ്ഞിട്ടില്ല. ചോദ്യങ്ങൾ ചോദിച്ചതല്ല, ദൈവം ഒന്നിനും മറുപടി പറഞ്ഞില്ല. മറുപടി പറയാൻ വേണ്ടിയല്ല ദൈവം വന്നതും. ഈ ചോദ്യങ്ങളിലൂടെ എല്ലാം ദൈവം സ്ഥാപിച്ചത് അവൻ സർവാധികാരിയായ ദൈവമാണ്, അവൻ സോവറിൻ ഗോഡാണ്, അവൻ ഇഷ്ടമുള്ളതുപോലെ അവൻ പ്രവർത്തിക്കും. അതിന് ആരോടും അവന് അനുവാദം ചോദിക്കാറില്ല, വിശദീകരണം പറയാറും ഇല്ല. ഇതാണ് ദൈവത്തിൻ്റെ മറുപടിക്കകത്തുള്ള മുഴുവൻ കാര്യങ്ങളും. ഇതെല്ലാം 38 മുതൽ ഇങ്ങോട്ടുള്ള അധ്യായങ്ങളിലെല്ലാം ഇതാ പറയുന്നത്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞ് ഇയ്യോബ് ഏറ്റവും അവസാനമായിട്ട് ഇയ്യോബ് പ്രതികരിച്ച ഇങ്ങനെയാണ്, നിനക്ക് സകലതും കഴിയും. ഇന്ന് പകല് നിനക്കത് പറയാൻ കഴിയുമോ? കർത്താവേ, നിനക്ക് സകലതും കഴിയും. നന്മ തരാനും നന്മയെടുത്തു മാറ്റുവാനും തിന്മയെ അനുവദിക്കുവാനും നിനക്ക് സകലതും കഴിയും. സകലതും ദൈവത്തിൻ്റെ സർവാധികാരത്തിലുള്ളതാണ്. ഇന്ന് പകൽ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. നമ്മുടെ സമ്പത്തിനെ മാത്രമല്ല, കർത്താവെ, ഞാൻ നിൻ്റെ സർവാധികാരത്തിന് കീഴടങ്ങുകയാണ്. നിൻ്റെ സർവാധികാരത്തിനായിട്ട് ഞാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നു. ഇയ്യോബിൻ്റെ ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ആകയാൽ ഞാൻ എന്നെ തന്നെ വെറുത്ത് പൊടിയിലും ചാരത്തിലും കിടന്ന് അനുദപിക്കുന്നു. ഞാൻ ദൈവത്തെ ഇങ്ങനെ മനസ്സിലാക്കിയിട്ടില്ല, ഇപ്പോൾ ഞാൻ ദൈവത്തെ ഇങ്ങനെ മനസ്സിലാക്കുന്നു. നിനക്ക് സകലത്തും കഴിയും, നിനക്ക് ഒന്നും അസാധ്യമല്ല. ബിക്കോസ് യു ആർ എ സോവറിൻ ഗോഡ്. നീ സർവാധികാരിയായ ദൈവമാണ്. അതുകൊണ്ട് ഞാൻ ഇന്നുവരെ മനസ്സിലാക്കിയിട്ടുള്ള തെറ്റുകളെക്കുറിച്ചോർത്തും പറഞ്ഞു പോയിട്ടുള്ള മണ്ടത്തരങ്ങളെക്കുറിച്ചോർത്തും വിഡിത്തങ്ങളെക്കുറിച്ചോർത്തും ഞാൻ എന്നെ തന്നെ വെറുത്ത് പൊടിയിലും ചാരത്തിലും കിടന്ന് അനുദപിക്കുന്നു. ഇന്ന് പകൽ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാം ദൈവത്തിൻ്റെ സർവാധികാരത്തിനായിട്ട്. കർത്താവെ, നീ സർവാധികാരിയാണ്. എൻ്റെ സമ്പത്ത് മാത്രമല്ല, ഞാൻ തന്നെ നിൻ്റെ സർവാധികാരത്തിലായിരിക്കുന്നു. നിനക്കിഷ്ടമുള്ളത് എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ നിനക്ക് കഴിയുമെന്നുള്ളത് മാത്രമല്ല, ഞാൻ അതിനായിട്ട് എന്നെ തന്നെ ഏൽപ്പിച്ചു തരുന്നു. കർത്താവ് നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് വീണ്ടും കാണാം സമയം കിട്ടുമ്പോഴൊക്കെ. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.